ലളിതമായ ഒരു ചിന്ത, ഒരു ചെറിയ പഠനം, അതിന്റെ ആഴങ്ങളിലേക്ക് പോവുക എന്നുള്ളത് ഈ അല്പസമയം കൊണ്ട് സാധ്യമാവുകയില്ല. മരണം, മരണാനന്തര ജീവിതം ഇത്യാദി വിഷയങ്ങളെ സ്പർശിച്ച് നിരവധിയായ ക്ലാസുകൾ എടുത്തിട്ടുള്ളതുകൊണ്ട് അപ്രകാരം ഒരു ചിന്തകളിലേക്കൊന്നും പോകാതെ ലളിതമായ ഒരു ചെറിയ പഠനം ഒരുമിച്ച് ചിന്തിച്ച് ഈ പുലർക്കാലം നമുക്ക് പ്രാർത്ഥനയോടെ നടക്കാം. വായിക്കാം. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ, 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. മതി. ആ വാക്യശകലത്തിൽ നിന്ന് ഒരു വാക്ക് മാത്രം ഇപ്പോൾ നമുക്ക് ചിന്തിക്കാം. മരിക്കുന്നത് എനിക്ക് ലാഭം. മരിക്കുന്നത് ലാഭം. അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങൾ ദൈവസഭയുടെ മൂലക്കല്ലാണ്. ദൈവസഭയുടെ ഉപദേശങ്ങൾ മുഴുവൻ അക്കമിട്ട് നിരത്തി പറയുന്നവയാണ് പൗലോസിന്റെ ലേഖനങ്ങൾ. ആ ലേഖനങ്ങൾ പരിശോധിച്ചാൽ പൗലോസ് എന്ന മനുഷ്യന്റെ ഹൃദയവും അവിടെ കാണാം. അവിടെ പൗലോസ് പലവട്ടം ഉപയോഗിച്ച ഒരു ചിന്തയാണ്, ഒരു പദമാണ് മരണത്തോട് ബന്ധപ്പെട്ട ഇപ്രകാരമുള്ള വാക്കുകൾ. മരണത്തെ ഭയചകിതമായ, വിട്ടുപോകുവാൻ മടിയുള്ള ഒരു വസ്തുതയായിട്ടല്ല പൗലോസ് തന്റെ ലേഖനങ്ങളിൽ കാണിച്ചിരിക്കുന്നത്. ഞാൻ ചില വാക്യശകലങ്ങൾ പറയുമ്പോൾ പൗലോസിന് മരണത്തോടുള്ള തന്റെ മനോഭാവത്തെ മനസ്സിലാക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ ഒരു നിത്യമായ കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയും. അപ്പം ഇവിടെ നിന്ന് വിട്ടു പിരിഞ്ഞാൽ ഇനി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് വന്നാൽ അവിടെ പൗലോസ് പറയാണ്, ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എന്നുമില്ല. പൗലോസ് പറയുന്നൊരു വാചകം ചേർത്തുകൂടെ പറയാം, എന്റെ ഹൃദയം ഇങ്ങനെ കരഞ്ഞ് നിങ്ങൾ കലക്കുന്നത് എന്ത്? ക്രിസ്തുയേശുവിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരൂശലേമിൽ മരിക്കുവാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു, ഉറച്ചിരിക്കുന്നു. ഇനി തിമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് വന്നാൽ 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് പറയുന്നത്, എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു, ഞാനൊരു പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, ഞാൻ നല്ലവർ പൊരുതു വിശ്വാസം കാത്തു ഓട്ടം തികച്ചു. കേട്ടോ, അപ്പോൾ പൗലോസിന് മരണത്തോടുള്ള മനോഭാവം ഇതാണ്. ഇനി നിങ്ങൾ സജീവാക്കിലേക്ക് വന്ന് പൗലോസ് പറയാണ്, എനിക്ക് മരിക്കുന്നത് ലാഭം. മരിക്കുന്നത് ലാഭമെന്ന് പറയുന്ന ഒരു വിശ്വാസം ലോകത്തിനുണ്ടെങ്കിൽ അത് നമ്മുടെ വിശ്വാസമാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, മറ്റുള്ള മതങ്ങളിൽ മരണത്തെ സംബന്ധിച്ച്, മരിച്ചു കഴിഞ്ഞുള്ള അവസ്ഥകളെ സംബന്ധിച്ച്, പ്രതിഫലങ്ങളെ സംബന്ധിച്ച് പരാമർശങ്ങളുണ്ടോ? ഉണ്ട്. പക്ഷെ അവയുടെ
ഭാര്യയുടെ വ്യത്യാസം അത് കേവല മനുഷ്യന്റെ സങ്കല്പത്തിൽ നിന്നും ഉരുവായതാണ്. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇസ്ലാം മതം, ഞാൻ രണ്ട് മതങ്ങളെ ഒന്ന് തൊട്ട് പറഞ്ഞ് പോകാം, വിവരിക്കുന്നില്ല. അതിന്റെ സ്ഥാപകൻ മുഹമ്മദ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതം പരിശോധിച്ചാൽ 23 കാര്യങ്ങൾക്കാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്. 1 സ്ഥാനം, 2 സമ്പത്ത്, 3 സൗന്ദര്യം. അദ്ദേഹത്തിന്റെ 25-ാമത്തെ വയസ്സിൽ 40 വയസ്സുള്ള ഒരു സ്ത്രീയെ അദ്ദേഹം വിവാഹം ചെയ്തു. 51 വയസ്സിൽ 6 വയസ്സുള്ള ആയിഷയെ വിവാഹം ചെയ്തു. എത്ര വയസ്സാണ്? 6 വയസ്സുള്ള തന്റെ വളർത്തുമകനായ ആ പ്രിയപ്പെട്ടവന്റെ വീട്ടിൽ ഒരിക്കൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ, വളർത്തുമകന്റെ ഭാര്യ വസ്ത്രം മാറുന്നത് കണ്ടപ്പോൾ ഇസ്ലാം മത സ്ഥാപകനായ മുഹമ്മദ് തന്റെ വളർത്തുമകനോട് പറഞ്ഞു, നീ അവളെ ഡൈവോഴ്സ് ചെയ്യണം. എന്തിന്? എനിക്ക് അവളെ വിവാഹം ചെയ്യണം. അങ്ങനെ വളർത്തുമകന്റെ ഭാര്യയെ ഉപേക്ഷിപ്പിച്ച് വിവാഹം ചെയ്ത വീരനാണ് ആര്? ഇസ്ലാം മത സ്ഥാപകൻ. ഖുറൈശി വംശജനായ അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രമാണം അനുസരിച്ച് 360 ദേവന്മാരുണ്ടായിരുന്നു. അതിലൊരു ദേവനാണ് ആര്? അല്ലാഹ്. അപ്പോൾ അവരുടെ വിശ്വാസത്തിൽ മരണത്തെ സംബന്ധിച്ച് മരണാനന്തര ജീവിതത്തെ പറ്റി എന്താണ് പറയുന്നത്? പറയാം. മദീനയിൽ വെച്ച് എഴുതപ്പെട്ട സൂര 9:5 ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ മുസ്ലിം അല്ലാത്ത ഒരു മനുഷ്യനെ കണ്ടാൽ, ഒരു വ്യക്തിയെ കണ്ടാൽ നിങ്ങൾ അവരെ പിടിക്കണം. ഒന്നുകിൽ നിങ്ങൾ അവരെ കൊല്ലണം, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് അംഗവൈകല്യം വരുത്തണം. അങ്ങനെ നിങ്ങൾ അവരെ കൊല്ലുന്ന സമയത്ത് നിങ്ങൾ കൊല്ലപ്പെട്ടാൽ, ഇവരോട് ചേർന്ന് വരണം, ഒരു പഠനം ചേർന്ന് പറയുക, നിങ്ങൾ കൊല്ലപ്പെട്ടാൽ, ഒരു പുരുഷൻ കൊല്ലപ്പെട്ടാൽ അവനെ സ്വർഗത്തിൽ കൊണ്ടുപോകും, പർദീസയിൽ കൊണ്ടുപോകും. അങ്ങനെ പർദീസയിൽ കൊണ്ടുചെന്നാൽ കൊല്ലപ്പെട്ട ഒരു മുസ്ലിം യുവാവിന് അവിടെ കിട്ടുന്നതൊക്കെ അറിയാമോ? 1 കന്യകമാരായ വെളുത്ത തുടുത്തിരിക്കുന്ന വലിയ കണ്ണുകളുള്ള നിറഞ്ഞ മാറുകളുള്ള 72 കന്യകമാരെ കിട്ടും. അവരവിടെ സദാ ബിസി ആയിരിക്കും. ആര്? ഈ കൊല ചെയ്യപ്പെട്ട ഇസ്ലാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സദാ ബിസി ആയിരിക്കും. എന്തുകൊണ്ട്? 72 കന്യകമാരുമായി സന്തോഷിക്കുന്നത്. ഇനി ഒരു സ്ത്രീ കൊല്ലപ്പെട്ടാലോ? സ്ത്രീ കൊല്ലപ്പെട്ടാൽ അവൾക്ക് വലിയ പ്രയോജനമില്ല. അവൾക്ക് അവിടെയും ഇവിടെയുള്ള ഭർത്താവിനെ. ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവൾക്കൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ഇഷ്ടമുള്ള ഒരാളെ കണ്ടെത്താം. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇതാണ് ഇസ്ലാമിന്റെ മരണാനന്തരമായ ജീവിതത്തെ സംബന്ധിച്ച് അവര് പഠിപ്പിക്കുന്നത്. ഇനി ഹൈന്ദവ വിശ്വാസങ്ങളിലേക്ക് വരാം. ഇവിടെയുള്ള ഹൈന്ദവ നേതാക്കന്മാർ തന്നെ പറയുന്നത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഇത് സങ്കല്പ ദൈവങ്ങളാണ്. അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്താണ്? സങ്കല്പ ദേവന്മാർ ആണ്. അപ്പോൾ അവർ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് എന്താണ്? സങ്കല്പമാണ്. അപ്പൊ ഇവരുടെ ഒന്നും ചരിത്രം നമുക്ക് ചിന്തിക്കാനോ ഒന്നും പറ്റില്ല. കാരണം ചരിത്രമില്ല ഇവർക്ക്. ഇനി മുന്നോട്ട് വന്നാൽ ഇന്ത്യ ഒരു രാമരാജ്യമാക്കണമെന്ന് പറഞ്ഞ് ഇവിടെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. രാമന്റെ അവസാനം ശരിക്കും നമ്മൾ മരണാനന്തര ജീവിതം, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് മാത്രം പോവാം. രാമന്റെ അവസാനം എങ്ങനെയാണ്? സരയൂ നദിയിൽ മുങ്ങി മരിക്കുകയാണ് അവസാനം. ആര്? രാമൻ. ഇനി മഹാഭാരത യുദ്ധം എടുത്താൽ പാണ്ഡവരും കൗരവരുമുണ്ട്, സഹോദരങ്ങളാണ് അവർ. പക്ഷേ ശ്രീകൃഷ്ണൻ എന്ന ഭഗവാൻ എന്ന ഈ സങ്കല്പ കഥാപാത്രം കൗരവരെ
കൊല്ലുവാൻ തന്റെ രഥത്തിലിരിക്കുന്ന അർജുനനോട് പറയുന്നത്, എല്ലാവരും എന്ത് ചെയ്യണം? കൊന്നൊടുക്കണം. അവിടെ എന്തും ഇല്ല, ധാർമ്മികതയില്ല, കൊല്ലുക മാത്രമാണ് ചെയ്യേണ്ടത്. അവിടെ കർണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ രഥചക്രങ്ങൾ മണ്ണിൽ പൂണ്ടുപോകുമ്പോൾ അദ്ദേഹം രഥത്തിൽ നിന്നിറങ്ങി രഥചക്രങ്ങൾ തള്ളിക്കയറ്റുവാൻ ശ്രമിക്കുമ്പോൾ അർജുനൻ രഥത്തിൽ നിന്നുകൊണ്ട് അമ്പെയ്യുമ്പോൾ കർണൻ പറയുന്നു, അർജുന, ഇത് ധർമ്മമല്ല, ആയുധമില്ലാത്തവനുമായി അടലാടുവാൻ കഴിയുകയില്ല. ഞാൻ ഈ രഥചക്രമങ്ങൾ തള്ളി കരയിൽ കയറ്റിക്കഴിഞ്ഞ് നീ എന്നോട് എന്ത് ചെയ്തു? യുദ്ധം ചെയ്തു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇപ്പോൾ അവനെ കൊല്ലാം. പക്ഷെ ആ സമയത്ത് കർണൻ ആയുധമെടുത്ത് അർജുനെ എയ്യുമ്പോൾ അർജുൻ ബോധം കെട്ട് വീണുപോയി. പക്ഷേ കർണൻ അവനെ വിട്ടിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ഇപ്പൊ കൊല്ലുന്നില്ല. പക്ഷെ വീണ്ടും ബോധം തെളിഞ്ഞ അർജുൻ ആയുധമില്ലാത്ത കർണനെ കൊന്നത്. ഇനി എത്ര കഥകളാണ്. ശ്രദ്ധിക്കണേ, പാണ്ഡവരും മരിച്ചു, കൗരവരും മരിച്ചു. ദൈവമെന്ന് അവകാശപ്പെട്ട കൃഷ്ണൻ ഏതോ മരത്തിന്റെ കൊമ്പിൽ തുമ്മിക്കിടക്കുമ്പോൾ കറുത്ത ഏതോ മയിലാണ് എന്ന് കരുതി ഏതോ ഒരു വേടൻ അമ്പെയ്ത് കൃഷ്ണനും മരിച്ചു. ബുദ്ധൻ പറയുന്നു, ഞാൻ സത്യത്തെ ഇപ്പോഴും അന്വേഷിക്കുകയാണ്. ഡയോജനസ് പറയുന്നു, ഞാൻ സത്യമല്ല. മുഹമ്മദ് പറയുന്നു, എനിക്ക് ജീവിതത്തെ പറ്റി ഇപ്പോഴും പിടിപാടില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന എന്റെ യേശു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. അതിന്റെ വ്യത്യാസം, യേശു കർത്താവ് വന്നത് കൊല്ലാനല്ല, യുദ്ധം ചെയ്യാനല്ല, സമൃദ്ധിയായ ജീവൻ തരാൻ. ഇപ്പോൾ ബോധമുള്ള ചിന്തിക്കുന്ന നിങ്ങൾക്ക് ഒരു കാര്യം വേണം ചിന്തിക്കാം. മറ്റു മതങ്ങളെല്ലാം കൊല്ലാനും കൊന്നൊടുക്കുവാനും പറയുമ്പോൾ ബൈബിൾ അങ്ങനെ പറയുന്നുണ്ടോ? ഉണ്ടോ? പഴയ നിയമം എന്താ പറയുന്നത്? കൊല ചെയ്യരുത്. 10 കൽപ്പന എന്താണ് പറയുന്നത്? കൊല ചെയ്യരുത്. ഇവിടെ വേറെ ചോദ്യം ഉദിക്കുക, പഴയ നിയമത്തിൽ യഹോവയായ ദൈവം കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടോ? വളരെ പരക്കെ പറയുന്ന ഒരു ആക്ഷേപമാണ്. ഞാൻ തിരുവനന്തപുരത്തിന്റെ ആളുകളിലേക്ക് നമ്മൾ പോകും. ഉണ്ടോ? കൊല ചെയ്യരുതെന്ന് പറഞ്ഞ പഴയ നിയമത്തിന് ദൈവമായ യഹോവ കൊന്നിട്ടുണ്ടോ? കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു വാചകം പറയാൻ ന്യായപ്രമാണമല്ലേ? അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പറട്ടെ. കാരണം അവിടെ അന്വേഷിക്കണം. 1 രാജാക്കന്മാർ അതിന്റെ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായത്തിൽ 36-ാം വാക്യത്തിൽ അവിടെ സംഭവം ഞാൻ പറയുമ്പോൾ ഇതിന്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാവും. ദാവീദ് രാജസ്ഥാനം നഷ്ടപ്പെടുമ്പോൾ അവൻ ഗൊൽഗോഥയുടെ മല കയറി പോകുമ്പോൾ അബ്ശാലോമിനെ പേടിച്ചു പോകുമ്പോൾ ഒരുവൻ പുറകെ വന്നു. അവന്റെ പേരാണ് ശിമെയി. ശിമെയി പുറകെ വന്നിട്ട് ചെയ്ത കാര്യം അറിയോ? ദാവീദിനെ ശപിക്കാൻ തുടങ്ങി. ദാവീദിനെ ശപിക്കാൻ തുടങ്ങി. ദാവീദിന്റെ രാജസ്ഥാനവും മടക്കി പിടിച്ചു. ദാവീദ് മടങ്ങി വന്നു. ദാവീദ് വൃദ്ധനായി. ദാവീദ് മരിക്കുവാൻ തുടങ്ങുമ്പോൾ തന്റെ മകനായ ശലോമോനെ വിളിച്ചിട്ടൊരു കാര്യം പറഞ്ഞു. ഞാൻ ചിലരെ നിന്റെ കൈ തരിക, നിനക്ക് ബുദ്ധിയോട്, നീ നല്ല ബുദ്ധിയോടെ അവരോട് ഇടപെടണം. അതിലൊരുവനാണ് അബ്യാഥാർ പുരോഹിതൻ. അബ്യാഥാറിനോട് ശലോമോൻ പറയുന്നത്, അബ്യാഥാരെ, ഞാൻ നിന്നെ കൊല്ലുന്നില്ല. എന്നാ കാര്യം അറിയാമോ? എന്റെ പിതാവിന്റെ കാലത്ത് ദൈവത്തിന്റെ നിയമപ്പെട്ടകം നീ ചുമന്നത് കൊണ്ട് നിന്നെ ഞാൻ കൊല്ലുന്നില്ല. ഇതിനകത്തിരിക്കുന്ന ചില ഓർക്കണം കേട്ടോ. കൊല ചെയ്യപ്പെടാത്തതിന്റെ കാരണം ദൈവത്തിന്റെ നിയമപ്പെട്ടകം എടുത്തു എന്നുള്ളത് കൊണ്ടാണ്.
യോവാബിനെ കൊന്നുകളഞ്ഞു. പിന്നെ വരുന്ന ശിമയ്യ. ശലോമോൻ ശിമയോട് പറഞ്ഞൊരു വാചകങ്ങൾ ഇവിടെ, ശിമയെ, ഞാൻ നിന്നെ കൊല്ലുന്നില്ല, നീ യെരൂശലേമിൽ പാർക്കണം. നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. 1 രാജാക്കന്മാർ 2-ാം അധ്യായം. നീ യെരൂശലേമിൽ പാർക്കണം. യെരൂശലേമിൽ പാർത്തിട്ട് നീ അവിടം വിട്ട് പുറത്തു പോകരുത്. പുറത്തു പോയാൽ അന്ന് നിന്നെ കൊല്ലും. കുറച്ചു നാൾ കഴിഞ്ഞ് ശിമയെ അവിടെ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ തന്റെ 2 അടിമകൾ തന്നെ വിട്ട് ഓടിപ്പോയെന്ന് മനസ്സിലാക്കിയ ശിമയി അവരെ തിരഞ്ഞ് യെരൂശലേം വിട്ടു പോയി. പോയിട്ട് തിരിച്ചു വരുമ്പോൾ രാജാവ് ശിമയെ വിളിച്ചിട്ട് ചോദിച്ചു, ശിമയി, നീ എവിടെ പോയിരുന്നു? അവൻ പറഞ്ഞു, ഞാൻ ഗത്തിൽ അടിമകളെ അന്വേഷിച്ചു പോയിരുന്നു. ഞാൻ നിന്നോടൊരു വാചകം പറഞ്ഞിട്ടുണ്ട്, എവിടെ പോകരുത്, യെരൂശലേം വിട്ടു പോകരുത്, അന്ന് നീ കൊല്ലപ്പെടും. കൊല്ലപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ യഹോവ കൊന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, അവൻ കൊടുത്ത നിയമത്തിന്റെ പുറത്തു പോകുമ്പോഴാണ് കൊല്ലപ്പെടുന്നത്. അത് ശത്രുക്കളെ നിഗ്രഹിച്ചിട്ടുണ്ട്. തന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ദൈവത്തോട് പാപം ചെയ്തപ്പോൾ അവരെയും വിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇന്ന് പകൽക്കാലത്തിരിക്കുന്ന ഒരു കാര്യം ഓർത്തോണം കേട്ടോ. ഹല്ലേലൂയ. അവന്റെ വചനം വിട്ട് ഇടത്തോട്ടും വലത്തോട്ടും പോകുവാൻ ഇടയാകരുത്. അപ്പോൾ യേശു ക്രിസ്തുവിലേക്ക് വരാം, പുതിയ നിയമത്തിലേക്ക് വരാം. പുതിയ നിയമത്തിൽ യേശു പറയുന്നത് അങ്ങനെ കൊല ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് യേശു ആഡ് ചെയ്യുകയാണ്. എന്താ പറയുന്നത്? സഹോദരന് നേരെ നിസ്സാര എന്ന് പറഞ്ഞാൽ പോലും അത് കൊലപാതകത്തിന് തുല്യമാണ്. യേശു പഠിപ്പിച്ചത്, നിന്റെ ഒരു ചെവിട്ടത്തടിക്കുന്നവന് പറ, മറ്റേതും കാണിച്ചു കൊടുക്കണം. നിന്റെ വസ്ത്രം എടുക്കുന്നവന്, നിന്റെ പുതപ്പെടുക്കുന്നവന് നിന്റെ വസ്ത്രം ഉടനീളം കൊടുക്കണം. ഒരു കാലം നടക്കുവാൻ നിന്നോട് ആവശ്യപ്പെടുന്നവന് കൂടെ 2 കാലം നീ നടക്കണം. സ്നേഹത്തിന്റെ മുഴു നിറമായവനാണ് യേശു ക്രിസ്തു. അവൻ എന്തിനാ വന്നത്? മത്തായി സുവിശേഷത്തിൽ താൻ തന്നെ പറയുന്നു, ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുക്കേണ്ടതിനും തന്നെ. പഴയ നിയമ പ്രവചനങ്ങൾ പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ഈ തന്റെ യാഗത്തെ സംബന്ധിച്ചാണ് എങ്ങനെയായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. 22-ാം സങ്കീർത്തനം മശിഹാ സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൽ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ കാണാം. ഇവിടെ പറയുന്നത്, താന് എന്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. 69-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ഞാൻ വിശ്വസിച്ച എന്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്ക് വിരോധമായി കുതികാൽ ഉയർത്തിയിരിക്കുന്നു. 50-ാമത്തെ അധ്യായം യെശയ്യാപ്രവചനം 6-ാം വാക്യം പറയുന്നു, അടിക്കുന്നവർക്ക് ഞാൻ എന്റെ മുതുകും, രോമം കത്തിരിക്കുന്നവർക്ക് ഞാൻ എന്റെ കവളും കാണിച്ചു കൊടുത്തു. തുപ്പലിനും നിന്ദയ്ക്കും എന്റെ മുഖം മറച്ചതുമില്ല. ശ്രദ്ധിക്കണമേ, യേശു വന്നതെന്തിന്? നമുക്ക് വേണ്ടി മറുവിലയായി നൽകേണ്ടതിന്. ആ യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായ പൗലോസ് പറയുന്നു, എനിക്ക് മരിക്കുന്നത് ലാഭമാണ്. ഇവരെങ്ങനെയുള്ളവരായിരുന്നു എന്ന് ചിന്തിച്ചു വേണം മുന്നോട്ട് പോകാൻ. പൗലോസ് എങ്ങനെയുള്ളവരായിരുന്നു? അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ അവസാന വാക്യം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ ഇങ്ങനെ അങ്ങോട്ട് വായിച്ചാൽ 7-ാം വാക്യത്തിന്റെ അവസാനത്ത് പറയുന്നു, സ്തെഫാനോസിനെ കൊല്ലുമ്പോൾ അവന്റെ വസ്ത്രം ശൗൽ എന്ന് പറയുന്ന ഒരു യൗവനക്കാരന്റെ കാൽ കീഴിൽ വെച്ചു. അവനെ കൊല്ലുന്നത് അവന് സമ്മതമായിരുന്നു. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ മാർഗ്ഗക്കാരെ മുഴുവൻ പിടിച്ച് യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ ദമസ്കോസിലേക്ക് പൗലോസ് പോവുകയാണ്. അവന്റെ കയ്യിൽ എന്തുണ്ട്? അധികാരപത്രമുണ്ട്. അപ്പോൾ
മരിക്കുന്നത് ലാഭമെന്ന് പറഞ്ഞ ഇവൻ എങ്ങനെയുള്ളവനായിരുന്നു? കൊല്ലാൻ നടന്നവനായിരുന്നു. അവൻ എത്ര പേരെ കൊന്നിട്ടുണ്ട്? പൗലോസ് എത്ര പേരെ കൊന്നിട്ടുണ്ട്? അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയേ. 26-10 വായിച്ച പൗലോസ് എത്ര പേരെ കൊന്നിട്ടുണ്ട്? ഞാൻ ആത്മീയ ദൂതകളിലേക്ക് വരാം, നിങ്ങൾ വിഷമിക്കണ്ട, വായിച്ചേ. പഠനത്തിന്റെ ആഴങ്ങളിലേക്ക് ഒന്ന് പോയിട്ട് നമുക്ക് മടങ്ങി വരാം. 26-10. പലരെയും തടവിലാക്കി അടച്ചു. അവരെ നിഗ്രഹിക്കുന്ന സമയം എത്ര പേര്? സ്തെഫാനോസിനാണോ? പിന്നെ പലരെയും നിഗ്രഹിച്ച സമയം. അപ്പൊ പൗലോസ് എത്ര പേരെ കൊന്നിട്ടുണ്ട്? എണ്ണമില്ലാത്ത ആളുകളെ ഇവിടെ എന്ത് കൊന്നിട്ടുണ്ട്. അവൻ കൊല്ലപ്പെടുമ്പോൾ ഇര എങ്ങനെയായിരിക്കും? ഇരയുടെ അവസ്ഥ നമ്മൾ യാകാൻ പോവാ. ഇരയ്ക്ക് ഭയങ്കര സന്തോഷമാണോ? ഇരയ്ക്ക് സന്തോഷമാണോ? വേണ്ട. നമ്മൾ മരിക്കാൻ പോവുകയാണ്. നമുക്ക് എങ്ങനെ നമ്മുടെ അവസ്ഥ എന്തായി? നാളെ മരിക്കും എന്ന് ഒന്ന് പറഞ്ഞാൽ, നാളെ നിങ്ങൾ മരിക്കാൻ പോകണം, കൊല്ലപ്പെടാൻ പോവാണ്. നിങ്ങൾ ഇന്ന് രാത്രി എന്താവും? ഇവിടെ സാമ്പത്തികമായ ഒരു ചെറിയ പ്രശ്നം വന്നാൽ നമുക്ക് അന്ന് രാത്രി എന്തില്ല, എങ്ങനെ എന്ത് ചെയ്യും ഇന്നുമേ നാളെ, അങ്ങനെ ഉറങ്ങില്ലാത്ത വിളികൾ. അപ്പൊ നാളെ മരിക്കുന്നു പറഞ്ഞാലോ? ഉറങ്ങില്ല, വേണ്ട. മരിക്കുന്നത് സ്വപ്നം കണ്ടു. നിങ്ങൾ മരിക്കും, നിങ്ങൾ സ്വപ്നം കണ്ടു. നമ്മുടെ ശവം അടക്കുകയാണ്, നമ്മുടെ വായിരിക്കുന്ന പിള്ളേരിരിക്കും. അപ്പൊ നമുക്ക് എന്തായിരിക്കും നമ്മുടെ ആ സ്വപ്നം കാണുമ്പോൾ പോലും നമ്മുടെ അവസ്ഥ? ഞാൻ മരിക്കുകയാണല്ലോ, ഭയങ്കര സങ്കടം, കരയും. ഞാൻ എന്റെ അനുഭവം പറയുന്നത്. അവൻ മരണം എങ്ങനെയുള്ളതാണ്? വേദനയാണ്, നിരാശയാണ്, തകർച്ചയാണ്. ഇതിന്റെ വേദനയുടെ ആഴം നമുക്കറിയില്ല. കാരണം എന്നാ? മരിച്ചിട്ട് ആരും വന്നതേയും മരണം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. അതിന് വേദനയുടെ ആഴം ആരും എത്തിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. മരണത്തിന്റെ വേദനയിൽ നമ്മൾ കടന്നുപോയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മരണവേദന പോലെ ഞാൻ അനുഭവിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മരണത്തിന്റെ വേദന എന്താ നമുക്കറിയാമോ? സൈലന്റ് രുചി അറിയാൻ പറ്റുന്ന പറയുന്നത് മരണത്തിന്റെ വേദന അറിയില്ല. അപ്പൊ അങ്ങനെ മരണത്തെ, അതിന്റെ വേദന ഇവൻ കണ്ടിട്ടുണ്ട്. എപ്പോൾ? തന്റെ മുമ്പിൽ പിടഞ്ഞു വീഴുന്ന, താൻ കൊല്ലുന്ന ദൈവഭക്തരെ അവൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ മുഖം അവൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്തെഫാനോസ് ഓർത്തെ, സ്തെഫാനോസ് കൊല്ലപ്പെടുമ്പോൾ അവൻ ആരെ ക്ഷമിച്ചില്ല. അവൻ സ്വർഗത്തിലേക്ക് നോക്കി വിളിച്ചു പറയുകയാണ്, സ്വർഗത്തിൽ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ വലഭാഗത്ത് യേശു നിൽക്കുന്നത് ഞാൻ കാണുന്നു. പക്ഷെ ഈ ആത്മാവൊന്ന് വേർപെട്ട് പോകുന്ന പാട് തന്നെയാണ്, പണിയാ, ഇത് പണിയാ. നമ്മൾ കണ്ടിട്ടില്ലേ ചില പ്രായമുള്ളവരൊക്കെ ചാകാതെ ആളുകൾ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഭാഷ ഒന്നും പ്രാർത്ഥിക്കും, ഭാഷ അമ്മ ചെന്ന് ചാകട്ടെ, ഇത്ര നാളായി നമ്മുടെ ഇരിക്കുന്ന പറയുന്ന. മരണം വലിയ ബുദ്ധിമുട്ടുള്ള കേസാണ്. ഞാൻ രണ്ടുപേരുടെ ചിന്തകളിലേക്ക് വരാം. ഒന്ന് യേശുവിലേക്ക് മാത്രം വരാം. ഉള്ളു പറയുന്നത് യേശു ആരാ? സാക്ഷാൽ ജഡത്തിൽ വെളിപ്പെട്ട ദൈവപുത്രൻ. 3-ാം ദിവസം ഉയർക്കുമെന്ന് അവൻ മരണത്തിന് മുമ്പ് എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മരണത്തിലേക്ക് അവൻ നടന്നു കയറേണ്ടത് എങ്ങനെയായിരിക്കണം? സന്തോഷത്തോടെ ചിരിച്ചോണ്ട് പറഞ്ഞു പോണം, ഞാൻ എന്ത് ചെയ്യാൻ പോവാ, മരിക്കാൻ പോവാണ്, നാളെ 2-3 ദിവസം കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം, ചിരിച്ചോണ്ട് വേണ്ട പോകാൻ. പക്ഷെ യേശു അങ്ങനെ പോയത് മർക്കോസ് സുവിശേഷത്തിൽ പറയുന്നത് 14:34, അവൻ അവരെ വിളിച്ച ശിഷ്യരെ
കുറിച്ച് ദുഃഖിക്കാനും വ്യാകുലപ്പെടാനും തുടങ്ങി. അയ്യോ യേശുവേ, നീ ദൈവപുത്രനല്ലേ, നീ സാക്ഷാൽ ദൈവമല്ലേ, നീ മരണത്തിൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നവനല്ലേ, പിന്നെ നീ എന്താ ഇങ്ങനെ വ്യാകുലപ്പെടുന്നത്, ദുഃഖിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ക്രൂശിലേക്ക് നോക്കിക്കേ, അവന്റെ ആത്മാവിനെ വിടുമ്പോൾ അലറിക്കരഞ്ഞു. കരഞ്ഞോ? അപ്പം ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന നിസ്സാര പരിപാടിയാണോ? വിഷമകരമായ സ്ഥിതി തന്നെയാണ്. അതെ, മരണം ഒരു വലിയ ഒരു അനുഭവം തന്നെയാണ്. അതെ, പക്ഷേ പൗലോസ് പറയുകയാണ്, എനിക്കിത് ലാഭക്കച്ചവടം. നമ്മളതിലേക്ക് പോവാ. എനിക്ക് തന്നെയാണ് ലാഭമാണ്. ലോക മനുഷ്യർക്ക് മുഴുവൻ ഇത് നഷ്ടക്കച്ചവടമാണ്. പക്ഷെ ഭക്തർക്ക് എന്താണ്? ലാഭമാണ്. ഞാൻ ഒരു സംഭവം പറഞ്ഞു, നിങ്ങൾക്ക് അതിന്റെ ആഴം മനസ്സിലാവും. ലോകത്തെ മുഴുവൻ കീഴ്മേൽ മറിച്ച ഒരു ചക്രവർത്തിയായിരുന്നു യവന സാമ്രാജ്യ അധിപനായ അലക്സാണ്ടർ. അദ്ദേഹത്തിന്റെ മരണസമയത്ത് അദ്ദേഹം 3 കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്കറിയാമോ 3 കാര്യങ്ങൾ? ഏതൊക്കെയാണ്? ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്റെ കൈകൾ എന്റെ ശവപ്പെട്ടിയുടെ 2 വശവും തുറന്ന് കൈകൾ 2ഉം പുറത്തേക്കിടണം. പിന്നെ രണ്ടാമത് പറഞ്ഞത്, എനിക്ക് തന്ന എന്നെ ശുശ്രൂഷിച്ച എല്ലാ ബിഷപ്പുരന്മാർ അഥവാ ഡോക്ടർമാർ, അന്നത്തെ ഡോക്ടർമാർ, അവര് എനിക്ക് തന്ന മരുന്നുകളും അതിന്റെ കുപ്പികളുമായി എന്റെ ശവം കൊണ്ടുപോകുമ്പോൾ അതിന് എന്ത് ചെയ്യണം? അനുധാവനം ചെയ്യണം. സത്യമാണ്. എന്ത് ചെയ്യണം? എനിക്ക് കൊണ്ടു തന്ന മരുന്നുകളും കുപ്പികളും എല്ലാം പിടിച്ച് എന്നെ എന്ത് ചെയ്യണം? അനുധാവനം ചെയ്യണം. 3, എന്റെ ശവം കൊണ്ടുപോകുന്ന ഇടങ്ങളിലെല്ലാം സ്വർണ്ണ നാണയങ്ങൾ വിതരണം. 3 കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതെന്തിനാ? കൈകൾ പുറത്തേക്കിടാൻ പറഞ്ഞത്, അലക്സാണ്ടർ ഇവിടെ ഒന്നുമില്ലാതെ വന്നു, ഒന്നുമില്ലാതെ തിരിച്ചു പോയെന്ന് ലോകമാണ്. മരുന്ന് കുപ്പികളുമായി ഡോക്ടർമാര് പുറകെ നടക്കാൻ പറഞ്ഞില്ല. കാരണം അറിയാമോ? ഈ മരുന്നുകൾ കൊണ്ടൊന്നും ഒരു പ്രയോജനവും ആർക്കും ഉണ്ടാകത്തില്ലെന്ന് ലോകം മനസ്സിലാക്കണം. 3ാമത് സ്വർണ്ണ നാണയങ്ങൾ എറിയാൻ പറഞ്ഞ എന്തിനാണെന്നറിയാമോ? ഇതിനൊരു വിലയുമില്ലെന്ന് ലോകം മനസ്സിലാക്കണം. നമ്മുടെ ആയുസ് എത്രയാ? 70, ഏറെയായാൽ 80. സത്യത്തിൽ ആ സങ്കീർത്തനം നമ്മൾ മരിച്ചോടത്താ പറയുന്നത്. ആ സങ്കീർത്തനം മരിച്ചോടത്ത് പറയാനുള്ള സങ്കീർത്തനം അല്ല. 70, 80 എന്ന് പറയുന്നത് നമ്മുടെ മരണത്തിന്റെ കണക്കുമല്ല സത്യത്തിൽ. അയ്യോ, പിന്നെ ഭാഷ ആ സങ്കീർത്തനം നിങ്ങൾ വായിച്ചു നോക്കണം. ഞാൻ വേഗം പറന്നു പോകും. ഈ സങ്കീർത്തനം ആർക്കുള്ളതെന്നറിയാമോ? യഹൂദനുള്ള ഒരു സങ്കീർത്തനമാണ്. ഈ 70, 80 കണക്കെന്നറിയാമോ? അടിമത്തത്തിൽ ഇരിക്കുന്ന യഹൂദനോടുള്ള ബന്ധത്തിൽ 70, 80 വർഷങ്ങൾ ഒരു വിടുതൽ കാണുന്നുണ്ട് പഴയ നിയമചരിത്രം പഠിച്ചാൽ. അങ്ങനെയാണെങ്കിൽ ആ സങ്കീർത്തനത്തിന് പശ്ചാത്തലം ഞാൻ പറയാം. ഇസ്രായേലിനെ എതിർ ക്രിസ്തു ആക്രമിക്കുമ്പോൾ അത് പെട്ര എന്ന സ്ഥലത്ത് ഉള്ള പാറയുടെ വിടവുകളിലേക്ക് യഹൂദൻ പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകുന്നതിനെ സ്മരിച്ചുകൊണ്ട് ഉള്ള പ്രവചന സങ്കീർത്തനമാണ് 90-ാം സങ്കീർത്തനം. പക്ഷേ നമുക്ക് വേണമെങ്കിൽ കൂട്ടാം, നമ്മുടെ ആയുസ് എത്രയാണ്? 70 അല്ലെങ്കിൽ 80. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എത്ര വയസ്സായി? ആന്റിക്ക് എത്ര വയസ്സായി? ഏറ്റവും പ്രായം ആന്റിക്ക എത്ര വയസ്സായി? 58. ഞാൻ 60 ഒരു ഫിഗർ അങ്ങ് പിടിക്കുകയാണ്. ഒരു 10 വർഷം കൂടെ ആന്റിക്ക് ഞാൻ തരികയാണ്. 10 വർഷം ഉറപ്പൊന്നുമില്ല, 10 വർഷം ഞാൻ തരികയാണ്. അങ്ങനെയാണെങ്കിൽ ആന്റി ജീവിക്കാൻ പോകുന്നത് 3650 ദിവസം. എത്ര ദിവസമുണ്ട്?
3650 ദിവസം. അതിങ്ങനെ 4 പ്രാവശ്യം കണ്ണടയ്ക്കുമ്പോൾ തീരും. ഈ പ്രായമുള്ള ഞങ്ങള്, ഈ ചെറുപ്പക്കാരായ നിങ്ങളോട് പറയുകയാണ്, ആയുസിന് വലിയ നീളമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ചിരി വരും. നിങ്ങൾക്ക് ചിരിയെ വരും. ഓ ആശ ചുമ്മാതെ. ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ അറിയാം, പണ്ട് ഞങ്ങളോട് കണ്ടപ്പോ ഞങ്ങൾ ചിരിച്ചു. ഇപ്പൊ ഞങ്ങൾക്കറിയാം ഇത് പടപടാന്ന് തീരും. ഇന്നലെ മാഞ്ചോട്ടിലിരുന്ന കഥ ഇപ്പൊ വേണം ഓർക്കുന്നു. ഇന്നാള് ഇട്ടോണ്ട് പോയ പാവാടയുടെ കണക്ക്, അന്നിട്ട പാവാട നിറം, ഇപ്പോൾ സ്കൂളിൽ പോയ പാവാടയുടെ നിറം ഇപ്പോഴും എന്തെയ്യുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തീരും കേട്ടോ. അതെ. പക്ഷെ പൗലോസ് പറയാണ്, ഒരു ഭക്തനെ സംബന്ധിച്ച് മരണമെന്നുള്ളത് ഒരു നഷ്ടമല്ല, ഒരു ലാഭമാണ്. ഇത് ലാഭം എന്ന് പറയാൻ എന്താ കാരണം? മരണ ലാഭം എന്ന് പറയുന്നത് രോഗിയായി കിടക്കുന്ന ഒരു തന്നെ വേറെ പ്രതീക്ഷകളൊന്നുമില്ല പറയുന്ന ഒരു കാര്യമില്ല. മരിക്കുന്നതാ നല്ല. നിരാശ കയറി ആത്മഹത്യ ചെയ്യുന്നവർ പറയുന്നതാ മരണമാണ് നല്ല. അവർക്ക് നല്ലതൊന്നുമല്ല, നിരാശ കൊണ്ടും രോഗം കൊണ്ടും അവർ എന്ത് ചെയ്യുക? അത് മരണം തെരഞ്ഞെടുക്കുക. സ്വയം വരുന്നതല്ല, മരണം തെരഞ്ഞെടുക്കുക. ഇനി പൗലോസ് ലാഭം എന്ന് പറയുമ്പോൾ ആർക്ക ലാഭം? പൗലോസ് പറയാൻ മരണം എനിക്ക് ലാഭമാണ്. അപ്പൊ ഞാൻ പറയാം മരണം എനിക്ക് ലാഭം. അത് ആർക്ക ലാഭം? ഞാൻ ചത്താനും വേണ്ടിയില്ല, എന്റെ വീട്ടുകാർ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ലാഭമാണോ? അങ്ങനെ ലാഭമുണ്ട്. ഈ ഭീകരന്മാരൊക്കെ എങ്ങനെയാ? അവര് മരിച്ചാലും ലക്ഷക്കണക്കിന് രൂപ അവരുടെ പ്രിയപ്പെട്ടവർക്ക് ചെല്ലും. ഓക്കെ, അപ്പൊ അവന് അവൻ പറഞ്ഞ മരിച്ചാലും കുഴപ്പമൊന്നുമില്ല, എന്റെ വീട്ടുകാർ കൈ കിട്ടുമല്ലോ. ഇപ്പൊ ഞാൻ പറയുന്നത് എനിക്കൊരു 10 കോടിയുടെ ഇൻഷുറൻസ് ഉണ്ട്. ഞാൻ പറയാണ് ഞാൻ മരിച്ചാലും കുഴപ്പമൊന്നുമില്ല, പിള്ളേർക്ക് കൈ കിട്ടുമല്ലോ. ഈ ലാഭമാണോ? വല്ലവരും കിട്ടുന്ന ലാഭമാണോ? പറഞ്ഞേ. പിന്നെ മരിക്കുന്ന എനിക്ക് തന്നെ ലാഭം. ചെറുതന്നെ 18 ആളുകളിലേക്ക് പോകുമ്പോ മരിക്കുന്ന എനിക്ക് തന്നെ ലാഭം വരണമെങ്കിൽ, എന്റെ കയ്യിൽ ആ ലാഭം കിട്ടണമെങ്കിൽ ആര് കാണണം? ഞാൻ കാണണം. വേണമല്ലോ. അവ പൗലോസ് ലാഭം എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഈ ഭൂമിയിൽ ജീവിച്ചാൽ ഏകദേശം 70 80, പക്ഷേ ഇതിനപ്പുറത്തേക്ക് കടന്നാൽ എണ്ണിക്കൂടാത്ത കാലം എനിക്ക് ജീവിതം ഉണ്ടായിരുന്നു. ഈ ലാഭം, ഞാൻ അതിലേക്ക് വരുന്ന മുമ്പ് ഈ ലാഭം എന്ന വിഷയത്തിലേക്ക് ഒന്നും വരാം. ഈ ലാഭം എന്ന് പറഞ്ഞപ്പോൾ എപ്പോഴേ ലാഭം, ഞാൻ മറ്റേലേക്ക് വരാം, മരണാനന്തര ജീവിതത്തിലേക്ക് വരാം, ലാഭം എന്ന വിഷയത്തിലേക്ക് വരാം. എന്താ ലാഭം എന്ന് പറയുന്നത്? എപ്പോഴാണ് ലാഭം എന്ന് പറയുന്നത്? ഞാൻ 100 രൂപയുടെ ഒരു കച്ചവടം തുടങ്ങി. 100 രൂപയ്ക്ക് ഒരു കച്ചവടം, എനിക്ക് 88 രൂപ കിട്ടും. ഞാൻ എന്തോ പറയും? നഷ്ടം എന്ന് പറയും. എത്ര രൂപ? 12 രൂപ നഷ്ടം. എനിക്ക് 99 രൂപ 90 പൈസ കിട്ടും. ഞാൻ എന്തോ പറയും? തിരിച്ചുകൊണ്ട് എന്നാ പറയും? തിരിച്ചുകൊണ്ട് പറയോ? മുതല് മുടക്കി, പക്ഷേ 10 പൈസ ലാഭമില്ലെന്നല്ല, നഷ്ടം. എനിക്ക് 100 മുടക്കി, എനിക്ക് 100 തിരിച്ചു കിട്ടി. ഞാൻ എന്തോ പറയും? കഷ്ടിച്ച് മുതല് കിട്ടി. എനിക്ക് 150 രൂപ കിട്ടി. ഞാൻ എന്തോ പറയും? 50 രൂപ ലാഭം. അവൻ മുടക്ക് മുതലിനേക്കാളും കൂടുതൽ കിട്ടുന്നതിന്റെ പേരാണ് ലാഭം. അപ്പൊ ഇവിടെ ഒരു ചോദ്യം, മുടക്ക് മുതൽ എന്ത്, ലാഭം എന്താണ്? മുടക്ക് മുതൽ എന്ത്, ലാഭം എന്ത്? എന്താ മുടക്ക് മുതൽ? പൗലോസിന്റെ മുടക്ക് മുതൽ എന്താ? മുടക്ക് മുതൽ ഒരു വാക്യം വായിച്ച് അപ്പൊ നമുക്ക് പൗലോസിന്റെ മുടക്ക് മുതൽ എന്താണെന്ന് നമുക്ക് നോക്കാം. 2 Corinthians 8:5 വായിച്ചു.
പൗലോസിനെ പെട്ടെന്ന് വായിച്ചു. ഞാൻ സാക്ഷി, അതും ഞങ്ങൾ വിചാരിച്ചതുപോലെയല്ല. അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. അങ്ങനെ തീർത്തു. 2:8 കറക്റ്റ് വായിച്ചു. അത് കറക്റ്റ് വായിച്ചു. കൊടുത്തു എന്ന് അതിന് ഞാൻ സാക്ഷി. അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല. അവർ മുമ്പേ തങ്ങളെ തന്നെയും കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണവും ഞങ്ങൾക്കും ഏൽപ്പിച്ചു. അപ്പൊ എന്തായിരുന്നു മുടക്കുമുതൽ? എന്താ? തങ്ങളെ തന്നെ കർത്താവിന് കൊടുത്തു. അപ്പൊ മുടക്കല്ല. എന്റെ മുതൽ മുടക്കല്ല. ഞാൻ ചോദിക്കട്ടെ, തമ്പുരാൻ എന്ത് മുതൽ മുടക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന്? അവൻ മാനുഷിക കൈകളാൽ നമ്മുടെ കയ്യിൽ നിന്ന് വല്ലതും മേടിക്കുന്നവനാണോ? അവന് പൊന്നു വേണോ? വെള്ളി വേണോ? 1000 തൈല നദികൾ എന്റേതാണ്, അതുകൊണ്ട് തൈല നദികൾ എനിക്ക് വേണ്ട. മിക പറയുന്ന 1000 അട്ടുകൊറ്റന്മാർ എനിക്ക് ഉള്ളതാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ട. മറയൂരി എന്ന് ചന്ദനക്കാടെല്ലാം കണ്ടേച്ചാൽ അവരെല്ലാം ഞാൻ പറയും. ഞാൻ പറയുകയാണ്, ചന്ദനക്കാട് വെട്ടി ചന്ദന തിരി നിനക്ക് തരാന്നുള്ള തമ്പുരാൻ പറയണം. അപ്പൊ ഇതെല്ലാം അറിയാം, എന്റേതാ. മറാട് പള്ളിയിൽ ചെന്ന് കുരിശ് തൊട്ടി വെച്ച് എണ്ണ ഒഴിച്ചേച്ച് എണ്ണ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തമ്പുരാൻ പറയും, ഇച്ചിരി എണ്ണ എനിക്ക് വേണ്ട, എണ്ണ മുഴുവൻ അറിയാം. നീ യശയാവോത്തിലേക്ക് വരുമ്പോഴോ നിങ്ങളുടെ അമാവാസിയും നിങ്ങളുടെ പൗർണമിയും നിങ്ങളുടെ വിശുദ്ധ സഭായവും കൊടുക്കുന്നതും എനിക്ക് മതിയായി. എനിക്കെല്ലാം വെറുപ്പാണ്. അപ്പൊ നിങ്ങളുടെ യാഗങ്ങളിൽ എനിക്ക് വെറുപ്പാണ്. അപ്പൊ എനിക്ക് യാഗം വേണ്ട, എനിക്ക് പരിപാടിയൊന്നും വേണ്ട. എനിക്ക് വേണ്ടി എന്നറിയാമോ? യാഗമല്ല വേണ്ടിയത്, എനിക്ക് വേണ്ടിയത് നിങ്ങളെയാ. അപ്പൊ എന്റെ മുതൽ മുടക്ക് ദൈവത്തിനുള്ളത് ഏത്? നമ്മള് തന്നെ. നമ്മുടെ മുതൽ മുടക്കല്ല, നമ്മളാ മുതൽ മുടക്ക്, നമ്മളാ മുതൽ. നമ്മളെന്നാ നമ്മൾ ഓരോരുത്തരെയും കാണുമ്പോൾ കൂടെ നല്ലൊരു മുതലെന്നൊക്കെ പറഞ്ഞ അങ്ങനെ ആർക്കും ചിന്തിക്കരുത്. ഭയങ്കര മുതലാണ് ആ പുള്ളിയെന്നൊക്കെ പറയുന്നത്. നമ്മളാണ് മുതല്. ആ മുതൽ എന്ത് ചെയ്യാൻ പോവാ? മുടക്കാൻ പോവാ. ഞാൻ എന്നെ തന്നെ കൊടുക്കുമ്പോ എന്റെ പോക്കറ്റിലിരിക്കുന്ന ആരെയായി? അത് എന്റേതല്ല, അതാരെയായി പറഞ്ഞേ. ഞാൻ മുതൽ മുടക്കി. മിന്നു വന്നേക്കാണ്. മിന്നുനെ തന്നെ ദൈവത്തിന് കൊടുത്തേക്കാണ്. അപ്പൊ മിന്നു കയ്യിലൊരു വാച്ച് ഇട്ടെങ്കിൽ ആ വാച്ച് ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ അന്നെപ്പറ്റി അതിന്റെ ഒരു സ്വർണ്ണമാല ഇട്ടേക്കുന്നു. ആരെയാണ് അങ്ങനെയാണെങ്കിൽ? പേടിക്കണ്ട, സ്വർണ്ണകാഴ്ച പൂജ ഞാൻ ഇടാൻ ഞാൻ പറയത്തില്ല, നിർബന്ധിക്കത്തില്ല, വിഷമിക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞു. ഞാൻ എന്നെ കൊടുത്തു, എന്റെ മുതലാ ഞാൻ അങ്ങോട്ട് കൊടുത്തു. ഇനി എന്തോ കിട്ടണം എനിക്ക്? ലാഭം തിരിച്ചു കിട്ടണം. എവിടെ കിട്ടണം? മുതൽ മുടക്കുന്നില്ല, ലാഭം കിട്ടാറില്ലേ? എവിടെ കിട്ടണം? ഇവിടെ കിട്ടണം. അവിടെയാണ് വലിയ പ്രശ്നം. ഇവിടുത്തെ പ്രസംഗകരും ഇവിടുത്തെ പ്രവാചകന്മാരും ഇവിടുത്തെ പല ശുശ്രൂഷകന്മാരും നീ ഇവിടെ മുതൽ മുടക്കുമ്പോൾ നിനക്കിവിടെ മുതൽ ഇരട്ടിത്തരുന്ന ഒരു ദൈവത്തെ പ്രസംഗിക്കുന്നു. എന്നാൽ ബൈബിള് പറയുന്ന ദൈവം അങ്ങനെയല്ല. നീ കൊടുക്കുന്ന മുതലിന് ഇവിടെ തരുന്നവരല്ല. ഇവിടെ തന്നാൽ എനിക്ക് വിഷയമൊന്നുമില്ല, മേടിച്ചോണം, തരും. അങ്ങനെ നീ മുതൽ അങ്ങോട്ട് മുടക്കി. എന്നാ നിനക്കിട്ട് ഞാൻ എന്റെ പാലായിലുള്ള ഒരു പയ്യൻ പറഞ്ഞ പോലെ ദൈവം നമുക്കിട്ട് പണി തന്നേച്ച് അനുഗ്രഹിക്കുന്ന ഒരു പാട്ടില്ലേ, അവന് പാട്ട് ഇങ്ങനെ ഓർത്ത് വരും. അപ്പൊ അവൻ ആ പാട്ടൊന്ന് പാടണം. അപ്പൊ ഏത് പാട്ടൊന്നും അവന് കിട്ടുന്നില്ല. അപ്പൊ അവൻ അമ്മയോട് ചോദിച്ച ചോദ്യമാണ്, അമ്മേ നമുക്കിട്ട് പണി തന്നേച്ച് നമ്മളെ അനുഗ്രഹിക്കുന്നെന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച് പരിവാരം. അപ്പൊ പരീക്ഷ എനിക്ക് തന്നേച്ച്, എനിക്ക് പണി തന്നേച്ച് എന്നെ വിളിക്കുന്ന ഒരു ദൈവത്തിന്റെ പാട്ടില്ലേ. എനിക്ക് പറഞ്ഞല്ല, അവൻ ആ പാട്ട് ഓർക്കാൻ വേണ്ടി അവൻ അമ്മയോട് പറഞ്ഞതാ. അപ്പോൾ നിങ്ങൾ സത്യം, ഈ
ആരും വിതയ്ക്കണ്ട. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഇന്ന് പകൽ ഇവിടെ വന്നേച്ച് വിതച്ചിട്ട് പോകുന്നത് ഇവിടെ നിന്ന് ലാഭം കൊയ്യാനല്ല. ഇവിടെ നിന്ന് ലാഭം തരുമെന്ന് ഞാൻ പറയത്തില്ല. സ്വത്രം, ഇവിടെ ലാഭം കൊയ്യാൻ ദൈവനാമത്തിൽ ആരും വിതയ്ക്കണ്ട. കർത്താവ് പറയുന്നത് വരുവാനുള്ള ലോകം, വരുവാനുള്ള നിത്യതയുടെ ലാഭമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്ന, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ പോലും ഉപദേശപരമായി പഠിച്ചാൽ ലാഭം എവിടെയല്ല, ഇവിടെയല്ല. ഞാനത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. പൗലോസ് പറയുന്ന ഒരു വാചകം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. പൗലോസ് പറയുകയാണ്, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ഞാൻ ഛേദമെന്ന് എണ്ണുന്നു. അപ്പം പൗലോസ് എന്താ ചെയ്തു? മുതല് മുടക്കി. അപ്പൊ എന്താ കിട്ടണം? ലാഭം കിട്ടണം. ലാഭം എന്ത് ചെയ്യണം? ലാഭം എന്തിനാ കിട്ടുന്നത്? ഇപ്പം ഡയോ ബിസിനസ്സുകാരനാണ്, സജി ബിസിനസ്സുകാരനാണ്, ജിതിൻ ബിസിനസ്സുകാരൻ. നിങ്ങൾ എന്തിനാ മുതല് മുടക്കുന്നത്? ലാഭം കിട്ടും. അപ്പൊ ലാഭം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ലാഭം കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറയാണ്, ഇതെല്ലാം ഞാൻ ഛേദം നിന്നുക. അങ്ങനെ നിങ്ങൾ ബിസിനസ് ചെയ്യൂ. ഛേദം നിന്ന് എനിക്കൊന്നും വേണ്ട, ലാഭം എനിക്ക് വേണ്ടോ? പൗലോസ് പറയുന്ന ആരല്ലേ? ഇവിടെ 50 പൈസ ലാഭം കുറഞ്ഞാൽ ദൈവമേ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, അല്ലേ? ലാഭം എന്തിനാ? ഛേദമെന്നാണോ നമ്മുടെ കാര്യം നടത്താൻ കൂടുതൽ കൂടുതൽ ലാഭത്തിലേക്ക് ഇടാൻ വേണ്ടിയല്ലേ? അല്ലേ? ബിസിനസ്സുകാരനൊക്കെ പറഞ്ഞേ 1000 രൂപ ലാഭം കിട്ടും. ആ ലാഭം എന്ത് ചെയ്യും? വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക. അതിന്റെ അകത്ത് അത്യാവശ്യമുള്ള മാത്രമേ എടുക്കുന്നുള്ളൂ ബിസിനസ്സുകാരെ. അവര് എടുത്തു കഴിഞ്ഞാൽ അടുത്ത 1000 900 എന്ത് ചെയ്യുക? ബിസിനസ്. അപ്പൊ 900 വന്നു. അപ്പം ഡയോയ്ക്കൊക്കെ അവിടെ കോടികൾ ഇങ്ങനെ മാർക്കറ്റിൽ കിടക്കണമെന്ന് അപ്പോൾ അവരുടെ ബിസിനസ്സാണ്. അപ്പൊ ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞേ, ലാഭം ആരെങ്കിലും ഛേദമെന്നാണോ? പൗലോസേ, നിന്റെ ലാഭം നീ വേണ്ടെന്ന് വെച്ചതിന്റെ കാരണം എന്താ? പൗലോസ് പറയും, പുഴുവും തുരുമ്പും എടുക്കുന്ന കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുന്ന ഈ ഭൂമിയിലല്ല എനിക്ക് ലാഭമുള്ളത്. എന്റെ ലാഭം ഇതിന് അപ്പുറത്തേക്കുള്ള ലാഭമാണ്. എനിക്ക് ലാഭമുണ്ട്, പക്ഷെ ലാഭത്തെ ഞാൻ ഇപ്പോൾ ഛേദമെന്നെണ്ണുന്നു. എന്തുകൊണ്ട്? ഇപ്പോഴുള്ള ലാഭം താൽക്കാലികമാണ്. ആ ലാഭം നിലനിൽക്കുന്നതല്ല. എനിക്ക് വേണ്ടിയ ലാഭം നിത്യതയുടെ ലാഭമാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച്, ഒന്ന് ഒരു കച്ചവടം നടക്കുകയാണ്. പോലീസുകാരാണ് മരിക്കുന്നത് ലാഭം. അപ്പം മുടക്ക് മുതലിനേക്കാളും കൂടുതൽ കിട്ടണം. ഓക്കെ, അതാണ് ലാഭം. പൗലോസ് ലാഭമുണ്ട്. പൗലോസ് എന്തുണ്ട്? ലാഭമുണ്ട്. ഇല്ലെങ്കിൽ മുതലെന്ത് ചെയ്യത്തില്ല, മുടക്കും. ആരും മുടക്കും. അപ്പൊ എന്തൊക്കെയാണ് അവന്റെ ലാഭം? ഈ ഭൂമിയിൽ ഉള്ളതിന്റെ തത്തുല്യമായി ലഭിച്ചാൽ അത് ലാഭമാവോ? പൗലൂസിനെ ഛേദമെണ്ണി എന്നൊക്കെ പറയും. ഛേദമെന്നെണ്ണി എന്നൊക്കെ പൗലൂസിനെ പറ്റി പറയുമ്പോൾ പറയാനൊക്കെ എളുപ്പമുണ്ട്. പൗലൂസ് എങ്ങനെയുള്ളവനായിരുന്നു? ചരിത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണെന്നാണ് പറയുന്നത്. ബൈബിളിൽ അങ്ങനെ കപ്പൽ എനിക്കുണ്ടായിരുന്നു പൗലൂസ് പറഞ്ഞിട്ടില്ല. പഠനങ്ങൾ നടത്തിയവര് പറയുന്നത് പൗലൂസ് ഒരു സമ്പന്നനായ മനുഷ്യനായിരുന്നു. കപ്പലുടമയുടെ മകനായിരുന്നു. റോമൻ പൗരത്വം ജന്മനാ ലഭിച്ച, ഇപ്പൊ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കിട്ടുന്ന പോലെയുള്ള അങ്ങനെയുള്ള പൗരനായിരുന്നു. വിദ്യാ സമ്പന്നൻ. അതുകൊണ്ടല്ലേ വിദ്യാഭൂതത്തെ പൗലൂസ് നിനക്ക് ഭ്രാന്തുണ്ട് എന്നൊക്കെ പൗലൂസിനോട് പറയുന്നത്. അപ്പൊ വിദ്യാ സമ്പന്നനായിരുന്നു. ഓക്കെ, അധികാരമുള്ളവനായിരുന്നു. അതുകൊണ്ടല്ല അവന്റെ മുകളിൽ എന്തുണ്ടായിരുന്നേ? അധികാരപത്രം ഉണ്ടായിരുന്നത്. അവൻ വചനത്തിൽ അങ്ങനെയായിരുന്നു, ന്യായപ്രമാണത്തിൽ ഈശ്വരായിരുന്നു, എല്ലാം അറിവുള്ളവനായിരുന്നു.
അപ്പൊ ഇങ്ങനെ എല്ലാ നിലയിലും ലോകപ്രകാരം നല്ല നിലയിൽ പോകാമായിരുന്ന ഇവൻ ക്രിസ്തു നിമിത്ത ലാഭമെല്ലാം ഉപേക്ഷിച്ചു. ആർക്ക് കൊടുത്തു? എല്ലാം കർത്താവിന്റെ പാദപീഠെ കൊണ്ടുവന്നു. ഞാനൊരു കാര്യം പറയാം. ബോധവും സുബോധവും വാചകം അറിയാമോ? സാഗര പുള്ളിന് മനസ്സിലായില്ല. വചനം അറിയാവുന്ന സുബോധമുള്ള സകല പുള്ളികൾ ലാഭം എവിടെ കൊണ്ടിടും? കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടിടും. അതിന്റെ കാര്യം ഇവിടെ ജീവിച്ചാൽ ഞാൻ ചോദിക്കട്ടെ, കോടീശ്വരനാണ്. ഇപ്പൊ ഞാനങ്ങ് കോടീശ്വരനാണ്. എനിക്ക് കോടീശ്വരൻ കാണണ്ട. കാരണം എനിക്ക് 10-20 കണക്ക് വെച്ച് അത്രയൊന്നും ഉറപ്പില്ല. 20 വർഷം അതിൻ്റെ അകത്ത് 10,000-7,000 ദിവസം കൂടെ എനിക്ക് ജീവിക്കണം. എനിക്കിപ്പം വലിയ കോടീശ്വരൻ വേണം. എനിക്ക് മനസ്സിലേത് കുഴപ്പമില്ല. ഞാൻ ആരെയും കളിപ്പിക്കാനും പോകുന്നില്ല, ആരും കള്ളവും പറയാൻ പോകുന്നില്ല. എനിക്ക് ജീവിച്ചണം. ഞാൻ ഉള്ള കാര്യമുണ്ട്, സത്യം. അതുകൊണ്ട് അതിന്റെ അർത്ഥം ഭാഷ പിടിക്കുമെന്ന് പറഞ്ഞാൽ മേടിക്കലെന്നല്ല. അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ തരുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല ദൈവം കരുണ കാണിച്ചിട്ടാണ്. നിങ്ങളാരും തന്നില്ലേലും ആരും തന്നില്ലേലും കർത്താവ് നടന്നു. പിന്നെ ഭയങ്കര ചന്ദ്രത്തോട് പറയാം, വെല്ലുവിളിച്ചൊന്നുമല്ല പറയാം. അങ്ങനെ തന്നില്ലേ ഞാൻ ജീവിക്കണോ എന്ന് പറഞ്ഞാൽ വെല്ലുവിളിച്ചൊന്നുമല്ല. വെല്ലുവിളിക്കാൻ എനിക്ക് കപ്പാസിറ്റി ഇല്ല. തമ്പുരാനാണ് വിളിച്ചതെങ്കിൽ തമ്പുരാൻ നടത്തും, നടത്തിയിട്ടുണ്ട്, ഇനിയും നടത്തും. ഈ വചനം കേട്ട് നിങ്ങളെല്ലാവരും ഉറപ്പിച്ച് പറയാം, ഈ ലോകം മുഴുവൻ തകർന്നടിഞ്ഞ് തരിപ്പണമായി അടിക്കിടന്നാലും നിങ്ങൾക്കുള്ളത് തമ്പുരാൻ തരും. കാരണം അറിയോ, ഒരു യൗവനം മുഴുവൻ യേശുവിന് വേണ്ടി എറിഞ്ഞുകൊടുത്ത പൗലോസേ, നിന്നെ മറക്കാൻ പറ്റുമോ? ഒരു ജീവിതം യേശുവിന് വേണ്ടി കൊടുത്തല്ലേ. ശ്രദ്ധിച്ചോ, ബോധമുള്ള സുബോധമുള്ള എല്ലാവരും ഈ ഭൂമിയിലുള്ളതെല്ലാം എന്ത് ചെയ്യും? തങ്ങൾക്കുള്ളതെല്ലാം കർത്താവിന് കൊടുക്കും. അതല്ല, പിന്നെ പണ്ട് നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കൂമ്പാരങ്ങളുള്ള ഒരു ക്ഷേത്രമാണ്. ഏത്? പത്മനാഭസ്വാമി ക്ഷേത്രം. അതെന്നാ കാര്യം? അവിടുത്തെ രത്നങ്ങളും മുത്തുകളും സ്വർണങ്ങളും ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, കണക്ക് കൂട്ടി തീർന്നിട്ടില്ല. അത് കാരണം ഭയങ്കര സെക്യൂരിറ്റി അവിടെ. അതെങ്ങനെ കിട്ടിയത്? അവിടെ തൃപ്പടിതാന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. രാജാക്കന്മാർ തങ്ങളുടെ സ്വത്തുകളെല്ലാം കൊണ്ട് അവിടെ കൊണ്ടു കൊടുക്കും, പത്മനാഭന്റെ മുമ്പിൽ കൊണ്ടു കൊടുക്കും. ആർക്ക്? ക്ഷേത്രത്തിൽ ദൈവത്തിന് കൊടുക്കും. പിന്നെ രാജാവിനെ ഇതെങ്ങനെ ഒപ്പിക്കുന്നത് ചോദിച്ചാൽ പാവപ്പെട്ടവന്റെ വെള്ളിക്ക് പിടിച്ച് ഞെക്കിപ്പിടിച്ച് കരം മേടിച്ച് അത് ഒപ്പിച്ചു കൊടുക്കും. അപ്പൊ തൃപ്പടിതാണെന്ന് പറഞ്ഞ് ഇത് മുഴുവൻ ആർക്ക് കൊണ്ട് കൊടുക്കും? എന്നിട്ട് അവിടെയുള്ള ബ്രാഹ്മണന്മാരെ നിന്ന് കുടിക്കുകയാണ്. അത് വേറെ ഭാഗം, അത് ഇവിടെ നമ്മുടെ വിഷയമല്ല. അപ്പൊ തങ്ങൾക്കുള്ളത് മുഴുവൻ ഒരു ജാതീയ ദേവന്റെ മുമ്പിൽ കൊടുത്ത രാജാക്കന്മാർ വാണിരുന്ന ഈ കൊച്ചു കേരളത്തിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം ജീവനുള്ള ദൈവത്തെ വിളിച്ചു പറയുമ്പോൾ ഞാൻ പറയുകയാണ്, പൗലോസ് പറയുന്നു, എനിക്കുള്ളതെല്ലാം ഞാൻ ഛേദമെന്നെണ്ണി. എന്താ കാര്യം അറിയാമോ? ഇവിടത്തെ ലാഭമല്ല, നിത്യതയുടെ ലാഭം പ്രതീക്ഷിച്ച്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഈ സത്യദൈവത്തെ നിത്യജീവനെ പ്രസംഗിക്കും നമുക്ക് എല്ലാം കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ കൂടെ എല്ലാ ക്ലാസ് പറയുന്നത് ഓർഗനൈസിടാമെങ്കിൽ ഒരാളും പറഞ്ഞു, അങ്ങനെ അല്ല ഞാൻ പറയുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്. ഓർഗനൈസിന്റെ കാര്യം ചിന്തിക്കരുത്. നിങ്ങളുടെ ഓർഗനൈസൊക്കെ എനിക്ക് എത്രയാണെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ആ കാര്യം പറയുന്നില്ല.
അതല്ല വിഷയം. നമ്മളെ ഒന്ന് സമർപ്പിക്കുക, ലാഭത്തിന് വേണ്ടി എന്നെ തന്നെ കൊടുക്കുക. യേശു പറഞ്ഞൊരു പാവം നിങ്ങൾ ചിന്തിക്കണം. ഒരു ധനവാന് സമ്പത്ത് ഒത്തിരി ഉണ്ടായില്ലേ, അവൻ എന്താ ചെയ്തേ? ഇച്ചിരി കാശ് കൂടുതൽ കയ്യിൽ എന്താ ചെയ്തേ? നമ്മളെല്ലാം ചെയ്ത മണി ഇച്ചിരി കൂടുതൽ കാശ് കിട്ടിയ അങ്ങനെ തന്നെ കോഴിക്കട കയറി 4 കിലോ കോഴി മേടിച്ച് 2 കിലോ മീൻ മേടിച്ച് അല്ലേ, അങ്ങനെയല്ലേ? എല്ലാം അവിടെ മേടിച്ച് പേർക്കി വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാവരും പേർക്കി കൊണ്ട് ഭാര്യയുടെ പിള്ളേരുടെ മുന്നിൽ കൊടുത്ത് അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ട് കൊടുത്ത് ഉണ്ടാക്കി കഴിച്ച് വിനോദം തന്നെയാ. അവന് നമ്മളൊന്നും വലിയ വ്യത്യാസമൊന്നും ഇല്ലെന്നേ. എന്നാ വ്യത്യാസം? അവന് കാശ് കിട്ടി പറഞ്ഞു തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. നമുക്ക് കാശ് കിട്ടുമ്പോഴും സത്യസന്ധമാണ് പറയാം, കുറച്ചേറെ കാശ് കിട്ടി എന്നാ നമുക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു ബോക്സ് ഒന്ന് മേടിച്ചു കൊടുത്തേക്കാം. ആ ഭാഷ എപ്പോഴും അവിടെ നിന്ന് പറയുന്നത് പറ പറഞ്ഞു. അന്ന് കൂടുതൽ ചെലവാ. അതിനാ കാശ് കൂടുതൽ വന്നില്ലേ? അപ്പൊ കാശ് കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മള് ഈ റിലയൻസിലോട്ട് കയറിയാൽ നമ്മൾ ആ കാശ് തീരാൻ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഇറങ്ങിയ. അവനും ഇത് തന്നെയാ, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. പക്ഷെ അവന്റെ ആയുസ് നിങ്ങൾ അത്രയാ, 70 ഏറെയായ 80. പൗലോസിന്റെ ആത്മാവിൽ അറിഞ്ഞപ്പോ പൗലോസിന് മനസ്സിലായി, എടാ ഇവിടെ ഉള്ളത് കൊണ്ട് തിന്നും കുടിച്ചും ആനന്ദിച്ചും പോകാനല്ല, അല്ലല്ല, അത് താൽക്കാലികമാണ്. വരുവാനുള്ള ലോകത്തിൽ അവരുമായി ചേരുന്ന ഒരു സന്തോഷകാലമുണ്ട്. അതിന് ഞാൻ എന്റെ മരണത്തെ ലാഭമായി കാണുന്നു. പൗലോസ് പറയുന്നത്, വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ എനിക്ക് കാംക്ഷയുണ്ട്. അടുത്ത വാദങ്ങൾ പറഞ്ഞേ, അത് അത്യുത്തമമല്ലോ. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ലാഭമുള്ള പരിപാടി എന്നാ? ലോകത്തിലെ ഏറ്റവും വലിയ ലാഭമുള്ള പരിപാടി എന്നാ? നമ്മളതിനെ ചിന്തിക്കുന്നില്ല, ഏത് ബിസിനസ് ആണ്. ബൈബിള് പറയുകയാണ്, എടാ ജാകുന്നതാണോ ലാഭം? ഞായറാഴ്ച വിശ്വാസികൾ പറഞ്ഞു വിടുന്നതാ, പോയി ചാടണം, ലാഭമാണ് പണിയാണ്. ഉത്തമമായ കാര്യം, ഏറ്റവും ഉത്തമമായ കാര്യം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുന്നത് അത്യുത്തമം. അപ്പൊ ഏറ്റവും അത്യുത്തമമായ പരിപാടിയാണ്. ലാഭം ഏതാണ്? ഏറ്റവും ലാഭമുള്ള പണി, ഏറ്റവും ലാഭമുള്ള പണി മരണം. ഏറ്റവും അത്യുത്തമമായ പരിപാടി വിട്ടുപിരിക്കുക. അപ്പൊ ഇന്ന് മുതൽ വീട്ടിൽ പോയി എന്നാ പ്രാർത്ഥിക്കണം? പൊന്നെ, നമ്മൾ പ്രാർത്ഥിക്കുന്നതാ ചാകാൻ അവസാന ശ്വാസം വച്ചു കിടക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതാ, കർത്താവേ വല്ല വിധേനെ ഇവിടുന്ന് എഴുന്നേൽപ്പിക്കണേ. ഇല്ലേ? നമ്മുടെ വിഷയത എങ്ങനെയും വലിച്ചു നീട്ടി 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 ഇവിടെ എത്രത്തോളം എത്തിക്കാമോ, അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് പോകുന്നേ. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. ശരി, എന്നാ പ്രാർത്ഥിക്കണം? പ്രാർത്ഥിക്കുമ്പോഴെന്ന് എനിക്കറിയാം. ഒറ്റ ദൈവമായിരുന്നു പ്രാർത്ഥിക്കില്ല. കാരണം വലിയ വാചകമൊക്കെ അടിക്കെങ്കിലും മരണത്തെ ഏറ്റവും കൂടുതൽ പേടിയുള്ള പുള്ളികൾ ആരാന്നറിയോ? ഇപ്പൊ സമയമാകുന്ന ഒരു പാട്ട് നമ്മൾ മറ്റേ പണ്ടത്തെ തീമാണ് ഏതാണെന്നറിയോ? ശവം കൊണ്ടുപോകുമ്പോ ഈ ക്ലാർനേറ്റ് വായിച്ചു സ്വർഗയാത്ര ചെയ്യും അപ്പോഴും ഇപ്പോഴത്തെ പാടാം. പക്ഷെ അത് മനുഷ്യർക്ക് പാടുന്നല്ലേ, നമുക്ക് ഇപ്പം പാടാം. പാട്ട് കേട്ടാ വേണ്ട. ഇനി രാത്രി വീട്ടിൽ ചെല്ലുമ്പോ ദൂരെ എവിടെ ആരും ചത്ത രാത്രി രണ്ടൊക്കെ പോയി ഇറങ്ങിക്കട്ടെ, ആരാണ് വലിച്ചെടുത്ത് റിക്കോർഡേക്കാം ഈ പാട്ട്. ഇത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് അത്യുത്തമം ലാഭം
ഞാൻ പറയുന്നു, ദൈവമക്കളെ, ഈ ലോകത്തിലെ ഒന്നും നിത്യമായതല്ല. ലാഭമുള്ളത് മരണമാണ്, അത്യുത്തമമായത് അവനോട് ചേർന്നത് വാസമാണ്. അതൊക്കെ തിരിച്ചറിവുണ്ടാകും. ഇവിടെ ഉള്ളതിൽ വായിക്കൂട്ടാൻ ഓടരുത്, വായിക്കൂട്ടാൻ വേണ്ടി ശ്രമിക്കരുത്. ഇരിക്കട്ടെ, വരട്ടെ, ജീവിക്കാൻ അധ്വാനിക്കണം. അത് ബൈബിള് എതിരല്ലല്ലോ. എങ്ങനെയെങ്കിലും ഇതിനല്ല നമ്മളെ ദൈവം വിളിച്ചേക്കുന്നത്. പോലീസ് പറയുന്നു, ലാഭമായി നോക്കി ചേർന്ന് പുള്ളിക്ക് ലാഭമില്ല. യേശു വിളിച്ചേക്കുന്നില്ല, യേശു വിളിച്ചേക്കുന്നില്ല. ലാഭം വരാം എന്ന് പറഞ്ഞാണ് നിങ്ങൾ തോത്രാച്ചിട്ട് 10 രൂപ ഞാൻ 20 തരാമെന്ന് പറഞ്ഞാണോ യേശു വിളിച്ചേക്കുന്നത്? വരിക, ക്രൂശിക്കപ്പെടുക, എന്റെ പുറകെ ക്രൂശിക്കപ്പെടുക. യേശു വിളിച്ചേക്കുന്നില്ല. എന്റെ പുറകെ പോവാ, ഞാനൊരു സാധനം തരാം. എന്താ? അധ്വാനിക്കുന്നവരും ഭാരതമുള്ളവരുമായുള്ള എന്റെ പിന്നാലെ. അത് കേൾക്കുമ്പോൾ നല്ല രസമാണ്. എന്താണ്? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അത്ര കേൾക്കുമ്പോൾ നല്ല രസമാണ്. ബാക്കി എന്താണ്? എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നിൽ നിന്നും പഠിക്കുകയും. അടുത്ത വാചകം, എന്റെ മുഖം മൃദുവും. അപ്പം യേശുവിനെല്ലാം ഉണ്ട്. നമ്മളൊരു സാധനം കൊണ്ട് ഇറക്കി ഇട്ട് കൊടുത്താലും തമ്പുരാന്റെ സാധനങ്ങൾ വെച്ച് തരും. എന്നതാ? ഒരു മുഖമുണ്ട്, ഒരു ചുമടുണ്ട്. ഈ മുഖം എന്തിനാണെന്നറിയാമോ? ചേർന്ന് നിൽക്കാൻ വേണ്ടിയാ. ചേർന്ന് നിൽക്കാൻ ഒരു മുഖം നല്ലതാ കേട്ടോ. ഒരു മുഖം ചേർന്ന് നിൽക്കാൻ നല്ലത് തന്നെയാ. ചേർത്ത് കെട്ടുന്ന ഒരു മുഖം ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്നേ. എത്രയോ വട്ടം അഴിഞ്ഞു പോയതാ, എത്രയോ വട്ടം ഹല്ലേലൂയ വിട്ടുപോയതാ. ഇന്ന് പറയാ, തമ്പുരാനെ എന്നെ ചേർത്തൊന്ന് കെട്ടണമേ, ആ മുഖം ഒന്ന് വെക്കണമേ. അതിന്റെ ഭാരത്തെ ഞാൻ കുനിഞ്ഞാലും കുഴപ്പമില്ല. എന്നെ വിട്ടുപോകാൻ ഇടയാക്കല്ലേ. എനിക്കറിയാം മുഖത്തിന് അല്പം ഭാരമുണ്ട്, അതിനൊരു ബന്ധനമുണ്ട്. എങ്കിലും ആ മുഖം ഒന്ന് വെക്കപ്പ, ഒന്ന് ചേർത്ത് കെട്ട്. എന്നെ വിട്ടുപോകുവാൻ മരണം വരെ ഇവിടെയാക്കല്ലേ. അപ്പം വിളിച്ചെന്തിനാ? മുഖം വെക്കും. പിന്നെന്താ? ചുമടും. ഒരു ചുമടും ലഘുവാണ്, പക്ഷെ സാധനമുണ്ട്. ജീവൻ യാത്രയിൽ ഒരു ചുമടുണ്ട്. എന്താ ചുമട്? ക്രൂശും ചുമന്നോട് പോകണം. ഇപ്പം പലരും യേശു പറഞ്ഞു, ഒരുവനെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തോണ്ട് പറഞ്ഞു. രണ്ടു നിലയിൽ പോകാം. ക്രൂശ് എടുത്തോണ്ട് പോകാം, ക്രൂശ് ഇല്ലാതെ പോകാം. എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ പോകാനാണ്. ക്രൂശ് ഇല്ലാതെ പോകാൻ. ക്രൂശ് കയ്യിലിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ പോകുന്ന ഈ ആയാസത്തിനൊന്നും പോകാൻ പറ്റില്ല, സുഖമായിട്ടൊന്നും പോകാൻ പറ്റില്ല. ഇങ്ങനെ ഉള്ളിൽ ചാടി കൈയടിച്ച് തീവണ്ടിയാത്രയിൽ പോകാൻ പറ്റുമോ? പറ്റില്ല. കാരണം തോളെ സാധനിരിക്കുക, ഭയങ്കര വെയിറ്റാ, ഭയങ്കര വെയിറ്റാ. അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടം എന്നാ എങ്ങനെ പോകാനാ? ക്രൂശ് ഇല്ലാതെ പോകാൻ അല്ലേ? ക്രൂശ് ഇല്ലാതെ പോകാൻ. ക്രൂശ് ഇല്ലാതെ പോകാം, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ക്രൂശ് ഇല്ലാതെ ഇവിടം വരെ പോകാം. ഗതസമന വരെ പോകാം, ഗതസമന വരെ പോകാം. ഗതസമന കഴിഞ്ഞാൽ അവിടുത്തെ പിടി വീഴും. അവിടുന്ന് ചെലവ്, അവിടുന്ന് എന്ത് ചെയ്യും? ചെലവ് വേണ്ട. ഗതസമനം പോട്ടെ, ഗോൽഗോത വരെ പോകും, പ്രശ്നമൊന്നുമില്ല. ഗോൽഗോത വരെ എന്ത് ചെയ്യാം? ക്രൂശില്ലാതെ, കഷ്ടതയില്ലാതെ, അവനില്ലാതെ, അവനകത്തില്ലാതെ, അവനുമായി ബന്ധമില്ലാതെ, ചേർത്ത് കെട്ടാതെ നമുക്ക് ഇവിടെ വരെ പോകാം. ഗോൽഗോത വരെ പോകാം. പിന്നെ അവിടുന്ന് ഒരു സ്റ്റെപ്പ് പോകണമെങ്കിൽ ക്രൂശിൽ ആണിയടിക്കപ്പെടാതെ പോകാൻ പറ്റത്തില്ല. അതിന്റെ അപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ ക്രൂശിൽ ചേർന്ന് നിൽക്കാതെ, ആണിയടിക്കപ്പെടാതെ, തലയിൽ മുൻകീടം വയ്ക്കപ്പെടാതെ, കൈകാലുകൾ വിലാപ്പുറം കുത്തി തുളയ്ക്കപ്പെടാതെ, പുറം ഉഴവുചാലുകൾ പോലെ കീറപ്പെടാതെ ഗതസമനയിൽ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റത്തില്ല. അനേകർ ഗതസമന വരെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഗോൽഗോഥ വരെ പോകുന്നുണ്ട്. അവിടെ വരെ എന്തുണ്ട്? അപ്പമുണ്ട്. കളമാനെ യേശു അത്ഭുതം ചെയ്യുന്ന അപ്പമുണ്ട്. അവിടെ വരെ എന്തുണ്ട്? ഇഷ്ടം പോലെ അത്ഭുതമല്ലേ? ഇഷ്ടം പോലെ അത്ഭുതം, അടയാളം, അതേ വീര്യപ്രവൃത്തി എല്ലാം അവിടെ വരെ ഉണ്ട്.
ഗൊൽഗോഥ വരെയുണ്ട്. കുഞ്ഞെ വിളിച്ചേക്കുന്നത് ഗൊൽഗോഥ വരെ ചെന്നിട്ട് മടങ്ങി പോകാനല്ല, ലാഭമായ ചിലത് നേടുവാൻ ക്രൂശിലൂടെ അപ്പുറ കടക്കണം. അപ്പുറത്ത് കിടക്കാതെ അവിടെ നിന്ന് പിന്തിരിഞ്ഞോടാനല്ല ഇന്ന് പകൽ നിന്നെ വിളിച്ചേക്കുന്നത്. ദൂരത്തിരുത്തേ പോണേ, ക്രൂശില്ലാതെ യാത്ര ചെയ്യാൻ നമുക്ക് ഇഷ്ടമാണ്. എല്ലാ നന്മകളുടെ അനുഗ്രഹത്തിന്റെ വിടുതലിന്റെ ദാനം നീ ആഗ്രഹിക്കുന്ന യേശു പറയുന്നതല്ല. അപ്പോൾ മടങ്ങി വരാം. യേശു പറഞ്ഞത് പൗലോസ് പറയാണ് ലാഭം. ആ ലാഭത്തെ പറ്റി ഒന്ന്, പൗലോസിന് ലാഭം കിട്ടിയതല്ല, യേശു വിളിച്ചതല്ല. ലാഭം തരാം, പക്ഷെ എവിടെയല്ല, ഇവിടെയല്ല, ഇവിടെയല്ല, അപ്പുറം, മരണത്തിനപ്പുറം. പൗലോസിന് അതറിയാമായിരുന്നു. അതുകൊണ്ട് കിട്ടിയ ലാഭവും കൂടെ പൗലോസ് എന്ത് ചെയ്തു? ചേർന്നുണ്ട്. എന്തിന്? ഫിലിപ്പിയർ 3:10 വായിച്ചാൽ ഇങ്ങനെ വല്ലവിധേനയും പുനരുദ്ധാനം പ്രാപിക്കണം എന്നും വെച്ച് ക്രിസ്തു നിമിത്തം സകലതും ഛേദം എന്ന്. അപ്പം എന്താണ് ലാഭം? ഏത് ലാഭത്തിനോട് വിളിതെല്ലാം വിട്ടുകളഞ്ഞ പുനരുദ്ധാനം എന്ന ലാഭം. അപ്പൊ പുനരുദ്ധാനത്തിലാണ് ലാഭവിഹിതം കിട്ടുന്നത്. അപ്പൊ ഈ സഹകരണ ബാങ്കിന്റെ ഒക്കെ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും നിങ്ങൾ ചിലർക്ക് എങ്കിലും ഷെയർ കാണും. നിങ്ങളവിടെ അത് മേടിച്ചെന്നുള്ളതല്ല, എനിക്ക് ലോൺ എടുത്തപ്പോൾ നിങ്ങൾ അതിന്റെ ഓട്ടോമാറ്റിക്കൽ ഷെയർ കിട്ടി വന്നു. അപ്പൊ നിങ്ങൾക്കൊക്കെ എന്തുണ്ടായി? ലാഭവിഹിതം എപ്പോഴാണ് കിട്ടുന്നത്? ഒരു തന്നെ 10 രൂപ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങളെ വിളിച്ചിട്ട് ഒരാൾ 10 രൂപ ഇടുന്നു, അതിൻ്റെ അകത്ത് 1 രൂപ ലാഭം കിട്ടിയിട്ടുണ്ട്, വാ ഒന്ന് അതിൻ്റെ അകത്ത് 1 പൈസ നിങ്ങൾക്കുള്ള മേടിച്ചോളാൻ പറഞ്ഞു. നിങ്ങൾ മേടിക്കാൻ പോവോ? ഇല്ല. പിന്നെ കണക്കെടുക്കുന്ന ഒരു സമയമുണ്ട് അല്ലേ? കണക്കെടുക്കുന്ന സമയം എന്റെ ലാഭം എല്ലാം കൂടെ അവർ കണക്കൂടും. അന്ന് ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുക്കും. അന്നാണ് ലാഭം കൊടുക്കുന്നത്. നന്മ ചെയ്തവർക്ക് അങ്ങനെയുള്ള ലാഭം കൊടുക്കും, തിന്മ ചെയ്തവർക്ക് അതിന്റെ ലാഭം അവർക്ക് കൊടുക്കും. അപ്പൊ എല്ലാവർക്കും ലാഭവിഹിതമാണ്. എന്തൊക്കെയാണ് ലാഭവിഹിതം എന്ന് വളരെ വിശാലമായി പഠിക്കാറുണ്ട്. പക്ഷെ അതിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ഞാൻ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രതിഫലങ്ങൾ എന്നൊരു വിഷയം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇല്ലേ? ഓർക്കുന്നില്ലേ? ഉണ്ടോ? പ്രതിഫലങ്ങൾ നമ്മൾ പാടാറുണ്ടല്ലോ. എന്താണ് പ്രതിഫലം? തന്നിടുവാൻ യേശുരാജൻ നമുക്ക് എന്തുണ്ട്? ഇവിടെ കൈയടിച്ച് പാട്ടുപാടി തിരിയല്ല. നമുക്ക് എന്തുണ്ട്? നമുക്ക് അത് മാത്രം പറഞ്ഞു മാത്രം പോകാം. പ്രതിഫലങ്ങളുണ്ട്. അപ്പം എന്തൊക്കെയാണ് ലാഭം എന്നുള്ളത് മാത്രം. 1 പ്രതിഫലം, 2 താൽക്കാലികമായ 70-80 എന്ന അവസ്ഥ വിട്ട് നിത്യജീവൻ. ഈ 2 കാര്യം 1, 2, 5 മിനിറ്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. ശ്രദ്ധിച്ചേ, പെട്ടെന്ന്. ഒന്നാമത്തെ പ്രതിഫലം നിത്യജീവനാണ്. അപ്പൊ ഇവിടെ പൗലോസ് എങ്ങനെയായിരുന്നു? പൗലോസ് പുള്ളിയുടെ സാക്ഷിയൊക്കെ പറയുന്നുണ്ട്. അകത്ത് ഭയം, പുറത്ത് യുദ്ധം, ചാകം. ആദ്യമൊക്കെ പുള്ളിക്കാരനെ ഭയങ്കര പേടിക്കൊണ്ടായിരുന്നു ആൾക്കാരെ. പൗലോസ് കാര്യം വലിയ പുള്ളിയൊക്കെ ആയിരുന്നെങ്കിലും പുള്ളി ഇടയ്ക്ക് എന്ത് 2 കൊരിന്ത്യർ ലേഖനത്തിലാണ് പൗലോസ് അരേത രാജാവിന്റെ കയ്യിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞ് അടുത്ത ഫലം ഓടിപ്പോയി. അപ്പം ജീവനെ പേടിച്ച ഓടിയ പുള്ളിയാണ് ആര്? അപ്പം നിങ്ങളിപ്പോ ഞാൻ പറയണം, പൗലോസിനെ പോലെ ഭാഷണങ്ങൾ പറഞ്ഞിട്ട് മരിക്കുന്ന ലാഭമുണ്ടെന്ന് ഞാൻ ഭാഷണ ഒരു പ്രശ്നം വന്ന കൂടുതൽ ഞങ്ങൾ കണ്ടത്. ചിലപ്പോ എന്ത് ചെയ്യും? ഓടും. പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം മരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓടുന്നത് മാത്രം കാണരുത്, പൗലോസിന്റെ ഓട്ടം നിങ്ങൾ എന്ത് ചെയ്യരുത്? അത് പറഞ്ഞല്ല മരിക്കുന്നത് ലാഭം. ഒരു പേടിത്തൊക്കെയാണ്. പക്ഷെ പുള്ളിക്ക് മരിക്കുന്നത് അവസാനത്തിലേക്ക് വരുമ്പോ അവസാനത്തിലേക്ക് വരും ക്രിസ്തു അകത്തങ്ങ് നിറയുക. ക്രിസ്തു ജീവൻ, ക്രിസ്തുവിന്റെ സ്നേഹം. അത് പൗലോസ് ക്രിസ്തുവിന്റെ സ്നേഹത്തിനെ വേർപിരിക്കുന്നത് ആര്? മരണമോ ജീവനോ? ഒന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തെ
ഇങ്ങനെ വേർതിരിക്കാൻ കഴിയുന്ന അവസാനം വരുമ്പോൾ പുള്ളി തന്നെ അങ്ങ് ക്രിസ്തു ആകുക. അപ്പൊ പുള്ളി ലാഭം എന്താ? അപ്പൊ ഒന്നാമത്തെ ലാഭം ഞാൻ പറഞ്ഞു നിത്യജീവൻ. 70-80 എന്നുള്ളത് നിത്യമായ യേശുവിനെ ഒന്നേ ജീവനല്ല, നിത്യജീവനേ നൽകുന്നു. തന്റെ യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ. അപ്പൊ നിത്യജീവൻ ഇപ്പോഴുണ്ട്, അതിപ്പോ നമ്മുടെ അകത്ത് കിടപ്പുണ്ട്. ഓക്കെ, അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ അകത്ത് നിത്യജീവനുണ്ട്. നിത്യജീവനായി കണ്ടവരെ ദൈവം വിളിച്ചു വേർതിരിച്ചു. നിത്യജീവനിലേക്ക് നാം പ്രവേശിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? മരണമില്ലാത്ത, വായിച്ച് 21 വെളിപ്പാട് പുസ്തകം അതിന്റെ അത് മാത്രം വായിക്കാം. വെളിപ്പാട് 3 മുതൽ വായിച്ചു. ഞാൻ കണ്ടു, സിംഹാസനത്തിൽ ഒരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി എന്തില്ല? മരണമില്ല, ദുഃഖമില്ല, മുറവിളിയില്ല, കഷ്ടതയില്ല. അപ്പൊ ഇവിടെ എന്തുണ്ട്? കഷ്ടതയുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇവിടെ നിവാസം സംബന്ധിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് ഭൂമിയിൽ എന്തില്ല? ഇനി കരച്ചിലേ ഇല്ല. നിങ്ങൾ ഇനി കണ്ണുനീരേ ഒഴിക്കണ്ട. ഇവിടെ കണ്ണുണ്ടെങ്കിൽ എന്തോ ഒഴിക്കും, പൊടി വീണെങ്കിലും കണ്ണുനീര് വരും. കണ്ണി പൊടിയെ പോയോ, അല്ലെങ്കിൽ സ്കൂട്ടർ ഓടിക്കുന്നവർക്കറിയാം, രാത്രിയിലൊക്കെ ഓടിച്ചാല് ഈച്ച തട്ടിയെങ്കിലും കണ്ണുണ്ടോ കണ്ണീരും. പണ്ടാരാണ്ട് പറഞ്ഞു, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ, ഞാൻ പറഞ്ഞത് എന്റെ ആശയമല്ല, നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ കണ്ണീര് വരുന്ന ഗ്രന്ഥിയും കൂടെ എടുത്ത് കളയും. പിന്നെ കണ്ണീര് വരും. കണ്ണീരിന്റെ ഗ്രന്ഥി എടുത്ത് കളയുന്നതല്ല ശരിക്കും. നമ്മുടെ ശരീരം എന്താകുക? സ്വർഗീയ ശരീരമാകുക, രൂപാന്തരപ്പെട്ട, തേജസ്കരിക്കപ്പെട്ട, ക്രിസ്തു തുല്യമായ, ദൂതതുല്യമായ, ദൂതതുല്യമായ പറഞ്ഞ ശരിയല്ല, യേശു തുല്യമായ നാം അവനെ അവൻ ഇരിക്കുന്ന പോലെ കാണുന്നതാകയാൽ അവനോട് സദൃശനാകും. അല്ലേ? യോഹന്നാൻ 3:1-2 പോലോട് വായിച്ച അവനോട്. അപ്പൊ നമ്മൾ ആരെ പോലെ ആവും? യേശുവിനെ പോലെ. ഇവിടെ എന്തുകൊണ്ട്? പൗലോസ് പറയാണ്, ഇവിടെ പൗലോസിന്റെ കഷ്ടത പറയുമ്പോൾ തല്ല്, തടവ്, പിന്നെ പട്ടിണി, പൈതാകം, ഭയം, യുദ്ധം, പുറത്ത്, അകത്ത്, ഇങ്ങനെ നേരത്തെ പറയുക. അതേ പുള്ളി പറയാണ്, അതേ മനുഷ്യൻ പറയാണ്, എനിക്ക് അതുകൊണ്ട് മരിക്കുന്നത് ലാഭം. അതെന്നാ കാര്യമെന്ന് ഇവിടെ യോഹന്നാൻ വെളിപ്പാടിൽ പറയാണ്. അവിടെ ചെല്ലുമ്പോൾ കണ്ണുനീരില്ല, ദുഃഖമില്ല, മുറവിളിയില്ല, ഒന്നുമില്ല. ഓ, അവനുമായി ചേരുന്ന, അവനിലേക്ക് ചേരുന്ന നിത്യമായ വാസം. ലാഭം. ഏതാ ലാഭം? ഇവിടെ കാശ് കിട്ടണോ? ഇവിടെ കർത്താവിന് വേണ്ടി നിന്നിട്ട് സമ്പന്നനാകുന്നതാണ്. ഇവിടെ ഒന്നുമില്ലാതെ സ്വർഗത്തിൽ ചെല്ലും പ്രതിഫലം കിട്ടും. ഏതാ ലാഭം? നിങ്ങൾ പറ, ഏതാ? പറഞ്ഞേ. സ്വർഗത്തിൽ ചെല്ലുമ്പോ പ്രതിഫലം കിട്ടുന്ന ആണോ? ആണ്. അങ്ങനെ ആയിരിക്കണം. മാറ്റി പറയരുത്. ഞാനീ പറയുന്നത് ഇവിടെ നിങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള അർത്ഥമല്ല. അപ്പോൾ ഞാൻ പറയുന്നു, നിങ്ങൾ അധ്വാനിക്കണം, ജീവിക്കാൻ. അതൊക്കെ തമ്മിലെ തന്നേക്കുന്നതാണ്. അല്ലേ? മനുഷ്യൻ തന്റെ അവൻ ഇരുട്ട് വരുത്തുന്നു, കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു, സൂര്യൻ ഉദിക്കുന്നു, മനുഷ്യൻ തന്റെ വേലയ്ക്ക് പുറപ്പെടുന്നു. വേല അവന് വെച്ചേക്കുന്ന. അല്ലെ? ഭൂമിയിൽ അവൻ എന്തുണ്ട്? വിയർപ്പോടെ ജീവിക്കണം. അതൊക്കെ ബൈബിൾ വെച്ചേക്കുന്നു. അതിനു വേണ്ടിയുള്ള ഓട്ടം ആകേണ്ടത്. നമുക്ക് എവിടെ പ്രതിഫലം കിട്ടണം? അതുകൊണ്ടാ വെളിപ്പാട് പുസ്തകത്തിലെ അവസാനത്തെ വാക്യത്തെ പ്രതിഫലം. ആ വാക്യം വായിച്ച് 22-ാം അധ്യായത്തിന്റെ കൂലി ഞാൻ വേഗം വരും. 12-ാം വാക്യം വായിച്ചു.
ഞാൻ വേഗം വരും. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാവുന്നു. ഓരോരുത്തർക്കും പ്രതിഫലം കൊടുക്കുവാൻ എന്റെ കയ്യിൽ ഉണ്ട്. അപ്പോൾ ഒന്നാമത്തേതാണ് കണ്ണുനീരില്ലാത്ത, മുറവിളിയില്ലാത്ത നിത്യജീവിതം. രണ്ടാമത് യേശു പറയാണ് എന്തോ കൂടെ ഉണ്ട്, ലാഭം കൊടുക്കണ്ടേ, ലാഭം കൊടുക്കണ്ടേ, കൊടുക്കണോ, കൊടുക്കണമല്ലോ, ലാഭം കൊടുക്കണം. എവിടെ വെച്ച് കൊടുക്കും? നിത്യതയിൽ കൊടുക്കും. എന്തോ ലാഭം കൊടുക്കും? മുടക്കിയ മുതലിന്റെ ലാഭം. അല്പം വിതച്ചാൽ, നിങ്ങൾ 1/2 കിലോ വിതച്ചാൽ അതിനനുസരിച്ച്, 1 കിലോ വിതച്ചാൽ, നിങ്ങൾ വിതച്ചാൽ വിതയ്ക്കുന്നതിനനുസരിച്ച് ലാഭമാണ്. ഞാൻ പറഞ്ഞല്ല, ബൈബിൾ പറയാം. നിങ്ങൾ എന്ത് വിതയ്ക്കുന്നോ അതിനനുസരിച്ച്. നമുക്ക് ദൈവത്തിന് എന്നാ വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞു എന്നതാ നമ്മെ. അപ്പൊ നമ്മള് എന്താ വിതയ്ക്കും? നമുക്കുള്ളതും വിതയ്ക്കാം. നമുക്കുള്ളതും ജഡത്തിൽ വിതച്ചാൽ നാശം പോയി. ആത്മാവിൽ വിതച്ചാൽ ആത്മാവിൽ നിത്യജീവനെ പോയി. അപ്പൊ വിതയ്ക്കുന്നത് എന്നാണ് നമ്മൾ ശ്രദ്ധിച്ചോണം. നമ്മൾ എന്ത് ചെയ്യണം? ലാഭത്തിന് വേണ്ടി എന്ത് ചെയ്യണം? വിതയ്ക്കണം, വിതയ്ക്കണം. നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലല്ലോ? ഓക്കെ, വിതയ്ക്കണം. അപ്പം എന്താ വിതയ്ക്കണം? നമ്മൾ എന്ത് വിതയ്ക്കണം എന്ന് ദൈവത്തോട് ചോദിക്കണം. വിതയ്ക്കുന്നതിനാണ് എന്താ വിടുന്നത്? ഇവിടെ ബോധം പുതച്ചേച്ച് നെല്ലി ഒഴിക്കാൻ ചെന്നാ കിട്ടത്തില്ല. അപ്പൊ നമ്മൾ വിതയ്ക്കണം, വിതയ്ക്കണം. രണ്ട്, എത്ര വിതയ്ക്കുന്നുവോ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. അത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. നിങ്ങൾ എത്രയാ വിതയ്ക്കും നിങ്ങളുടെ ഇഷ്ടമാണല്ലേ. കൂടുതൽ വേണോ? എന്ത് ചെയ്തു? കൂടുതൽ വെച്ചു. ഇവിടെ വിരോധമില്ല. ഇത് ആരോട് ബന്ധപ്പെട്ട് കിടക്കണ? നിങ്ങളോട് ബന്ധപ്പെട്ട. നിങ്ങൾക്ക് വേണോ? നിങ്ങൾ വെച്ചു. ലാഭം വേണം, ലാഭം വേണ്ടാത്തവരെല്ലാം വൈകിക്കും. ലാഭം വേണ്ടാത്തവരെല്ലാം വൈകിക്കും. ലാഭം എല്ലാവർക്കും വേണമല്ലോ. അപ്പൊ ലാഭം കൂടുതൽ വേണം, കുറച്ച് വേണം? കൂടുതൽ വേണം. അപ്പൊ കൂടുതൽ വേണമെങ്കിൽ എന്നെ കൂടുതൽ എന്നാ വിതയ്ക്കണം? ആത്മാവിൽ വിതയ്ക്കാമോ? വിതച്ചാൽ കൊയ്യാം, വിതയ്ക്കുന്നതനുസരിച്ച്. അപ്പോൾ ഒന്ന് നിത്യജീവൻ, 2 പ്രതിഫലങ്ങൾ. ഓക്കെ, നമുക്ക് സ്വർഗ്ഗത്തിലും എന്താണ്? ഇവിടെ വിതച്ചന്നെ സുവിശേഷം പറഞ്ഞാൽ എന്തോ കിട്ടും? തേജസ്സിന്റെ പോടാത്ത കിരീടം. കഷ്ടത അനുഭവിച്ചാൽ, പ്രാണത്യാഗം സംഭവിച്ചാൽ ജീവകിരീടം. ഇങ്ങനെ കിരീടങ്ങളുണ്ട്, പാടാത്ത കിരീടമുണ്ട്, പ്രശംസ കിരീടങ്ങൾ ഉണ്ട്. കൂടാതെ പറഞ്ഞിരിക്കുന്ന പേര് മന്ന. ഇങ്ങനെ വെളിപ്പാട് പുസ്തകം നമുക്ക് വായിച്ചാൽ അതിന്റെ പ്രതിഫലങ്ങളുടെ എല്ലാം കിടക്കുന്നു. പിന്നെ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ നമുക്ക് ഏറ്റവും വലിയ പ്രതിഫലം എന്താ? നമുക്ക് കല്ല് കിട്ടണം, തലയിൽ ഒരു കിരീടം കിട്ടണം സ്വർഗത്തിൽ. ഞാൻ അവിടെ ഇരുന്നു, സ്വർഗത്തിൽ എവിടെ ഇരുന്നു? യേശു പോലെ അവിടെ മാറിയിരുന്നു. ഒരു കിരീടം വന്നേക്കാം, അങ്ങോട്ട് മാറി എനിക്കൊരു കിരീടം കിട്ടി. എന്നോട് പറഞ്ഞു മാറി കൊണ്ടിരുന്നു, നിനക്ക് ഒരു പുതിയ പേര് തരാം. ഈ കഥ എനിക്കൊണ്ട് ഒത്തിരി പ്രയോജനപ്പെട്ടതല്ലേ, ഒരു പേര് തരാം. അപ്പോൾ എന്റെ പേര് ഇവിടെ ഏക്കമാണെങ്കിൽ അവിടെ മറഞ്ഞിരിക്കുന്ന ഒരു പേര് എനിക്ക് കിട്ടും. ഓക്കെ, ഇത് കിട്ടുന്നതാണോ വലിയ പ്രതിഫലം? പിന്നെ നിത്യജീവൻ കിട്ടി, അവിടെ ചെന്നു, അതൊരു പ്രതിഫലമാണ്. രണ്ടാമത് എനിക്ക് പ്രതിഫലം കിട്ടും, ഞാൻ വിതച്ചനുസരിച്ച് കിട്ടും. ഏറ്റവും വലിയ പ്രതിഫലം എന്താണ്? എന്റെ കിട്ടിയത് ക്രിസ്തുവിനോട് കൂടെ അവനുമായി നിത്യം വസിക്കുന്ന, കണ്ണുനീരില്ലാത്ത, മുറവിളിയില്ലാത്ത, ചിന്തകളില്ലാത്ത, അവനോട് ചേർന്നിരിക്കുന്ന, ഞാൻ അവനിലും അവൻ എന്നിലുമാകുന്ന അപ്പുത്തനുഭവമല്ലേ ഏറ്റവും വലിയ ലാഭം. ഇവിടെ ആരോട് ചേർന്നിരുന്ന? ഇവിടെ ആരോട് ചേർന്നിരുന്ന? ഭാര്യ ഭർത്താവ് 10 മിനിറ്റ് ഒരുമിച്ച് ശരിക്കും ചേർന്നിരുന്ന 10 മിനിറ്റ് അടി ഉണ്ടായിരുന്നു. ഇത്രേ ഉള്ളൂ ഇതിന്റെ കേസ്. 5 മിനിറ്റ് നീണ്ടാ അടി മൂക്കും. ഇത്രേ ഉള്ളൂ കേസ്. മക്കളുമായിട്ട് ഭർത്താവ് പറഞ്ഞു കുറച്ചേരം കഴിയുമ്പോൾ ഉടക്കാവും.
ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ചേർന്നിരിപ്പ്. പക്ഷെ അവനുമായി ചേർന്നിരിക്കുമ്പോൾ അവന്റെ സ്നേഹം നുകർന്ന് അവന്റെ മാർവിടത്തിൽ ചാരി അവനോട് ചേർന്ന് ആനന്ദിക്കുന്ന, യുഗായുഗം ആനന്ദിക്കുന്ന, എണ്ണിയാൽ കൂടാത്ത നാളോളം ആനന്ദിക്കുന്ന ആ ലാഭകരമായ ആ പ്രത്യാശയിലേക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് കടന്നു കയറുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എനിക്ക് ലാഭം വേണം. എത്ര പേര് പറയും മരിക്കുന്ന ലാഭം, അല്ലെങ്കിൽ അവനോട് ചേർന്നിരിക്കുന്ന അത്യുത്തമം എന്ന് പറയുന്ന ഒരു ആത്മാനുഭവത്തിലേക്ക് എത്ര പേർ മടങ്ങി വരും? ഈ ലോകത്തിൻ്റെതെല്ലാം താൽക്കാലികമാണ്. അതെ, എല്ലാം അനുഭവിച്ച അനേക ഭാര്യമാരുണ്ടായിരുന്ന, അതെ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്ന, ഏറ്റവും വലിയ ജ്ഞാനിയായിരുന്ന ശലോമോൻ പറയുന്നു, മായ മായ സകലതും മായ. മായ ഈ ലോകത്തിലെ വേണോ? നിത്യതയിലെ തകരാത്ത, ഒടുങ്ങാത്ത, അവസാനിക്കാത്ത ലാഭം വേണം. പറയുന്നു, മരിക്കുന്നതാണ് എനിക്ക് ലാഭം, മരിക്കുന്നത് ലാഭം, ലാഭം, ലാഭം. ബിസിനസ് ലാഭം ഉണ്ടാക്കാൻ ഇവിടുത്തെ പല ആത്മീയ ബിസിനസ്സുകാരും ലക്ഷങ്ങളും കോടികളും ഇവിടെ ലാഭം ഉണ്ടാക്കുന്നു പോകാൻ. വലിയ കെട്ടിടങ്ങളും പണിസൗധങ്ങളും, അതേ വലിയ വാഹനങ്ങളും, മക്കൾക്ക് അതേ 10 തലമുറ ജീവിക്കാനുള്ള ലാഭം ഉണ്ടാക്കി വെക്കുമ്പോൾ ബൈബിൾ പറയുന്നു അതല്ല ലാഭം, അതെല്ലാം മായയാണ്. ലാഭമുള്ളത് അതൊരു പറയുന്നു, എനിക്ക് വേണ്ടി ലാഭമായി നോക്കി ഞാൻ ക്ഷേമമെന്ന് എന്താണെന്നറിയാമോ? അവനോട് ചേരുന്നില്ല. മരിക്കുന്നത് എനിക്കില്ല. കാലം എല്ലാ കണ്ണും അടച്ചു ലാഭകരമായ പ്രത്യാശയ്ക്ക് വേണ്ടി എല്ലാ കണ്ണും അടച്ചു ലാഭകരമായ ലാഭം ഏതായാലും ഏത് ലാഭം വേണം ഇതൊക്കെ അറിയാമോ? കഴിഞ്ഞാൽ വിതയ്ക്കാൻ മനസ്സായി ഓടിനാളും വിതയ്ക്കും, ഉള്ളതെല്ലാം വിതയ്ക്കും. അതെല്ലാം മാറിപ്പോയോ? അതോ ഇതുവരെ ഇല്ലേ? പുതിയൊരു അനുഭവത്തിലേക്ക് വരണ്ടേ? നീ നല്ല ചമ്പൂരത്തോടെ പറയാൻ പറ്റേ? ഉറപ്പോടെ പറയും, ഞാൻ ലോകത്തിൽ ഈ കർത്താവിന്റെ പേരേക്ക് ഇറങ്ങിയിട്ട് ആരും മരിച്ചിട്ടില്ല, കള്ളമൊന്നും മേടിച്ചിട്ടില്ല. ഉറപ്പാണ്, സ്വതം തീർന്നില്ല. ഒന്നും ലോകത്തിൽ ഉണ്ടാക്കിയില്ല, ഒരു സ്ഥലം ഉണ്ടാക്കിയില്ല, നമുക്ക് വേണ്ടി കൂട്ടി വെച്ചിട്ടില്ല. അവിടെ എനിക്ക് നല്ല ചങ്കുടത്തോട് പറയാം, ഞാൻ എന്നെ, എന്റെ മക്കളെയും എന്റെ കുടുംബത്തെയും കർത്താവ് നൽകിയതാണ്. എനിക്കൊരു ലാഭം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, എനിക്കൊരു ലാഭം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ചങ്കുലത്തോടെ പറയുന്നത്, നല്ല ഉറപ്പോടെ ആധികാരികമായി പറയാൻ എനിക്കൊരു ഉറപ്പുണ്ട്. എത്ര വർഷം ഉറപ്പുണ്ട്? ഇതുവരെ ഉറപ്പില്ലെങ്കിൽ ഇനിയെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടി രാത്രി അല്ലെങ്കിൽ ഇന്ന് രാത്രി നമുക്കറിയത്തില്ല എപ്പോഴാണ്. ഫേസ്ബുക്കിൽ പ്രസംഗിക്കുന്ന ഒരു പൈലറ്റോട് പറഞ്ഞു, എന്നോട് പറഞ്ഞു, എന്റെ ഫോൺ കണ്ടിട്ട് പറഞ്ഞു, കേടായി പൊട്ടിപ്പോയിരിക്കുന്ന ഫോൺ കണ്ടിട്ട് പറഞ്ഞു, സുശേഷം എനിക്ക് വേണ്ടി മുതൽ മുടക്കിയാലേ ലാഭം ഉണ്ടാകും. ഞാൻ ചോദിച്ചു, അതന്നെ ഈ ഫോണൊക്കെ കൂടെ ഉണ്ടാക്കി വെച്ച് സൂമിന്റെ മീറ്റിംഗ് ഉണ്ട്, ഞാൻ ലാഭം വരും, മുതൽ മുടക്കിയാലേ ലാഭം ഉണ്ടാകും. ഞാൻ ജനിച്ചോണ്ട് അവരോട് പറഞ്ഞേ, താവേ ഒരു ജീവിതം മുഴുവൻ ഞാൻ കർത്താവിനെ കൊടുക്കുക, ഒന്നും നേടിയില്ല. 10 രൂപ ഒരുമിച്ച് കിട്ടിയപ്പോൾ ഒരു വയറ് പോയി മേടിച്ചു, 100 രൂപ ഒരുമിച്ച് കിട്ടിയപ്പോൾ മക്കൾക്ക് ഇറച്ചി മേടിച്ചു കൊടുത്തില്ല, ഒരു മൈക്ക് പോയി മേടിച്ചു. അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് എന്നായിരുന്നറിയോ? ഒത്തി വെച്ചിട്ട് പാമ്പ് സഭകൾ സുവിശേഷം യോഗങ്ങൾ
ഇപ്പം വരുമാനമില്ല, ഫോണില്ല, ഒന്നും നന്നാക്കാൻ മാർഗമില്ല. സാരമില്ല, മുടക്കിയിട്ട് നിൽക്കുന്നവനാണ്. ഈ പെരക്കാത്തിരുന്ന വല്ലവരിൽ നിന്നുള്ള കാശ് കൊണ്ട് സ്വന്തം പേരിൽ സ്ഥലവും വീടും ഒക്കെ ഉണ്ടാക്കിയിട്ട് വില കൂടിയ ഫോണും മേടിച്ചേച്ച് അകത്തിരുന്ന് സൂമിൽ പ്രസംഗിക്കുന്ന അല്ലടാ, വില കൊടുത്തേച്ചാ നിൽക്കുന്ന നമ്മൾ. മുതൽ കൊടുക്കാൻ പറ്റുമോ? അമ്മ പറയുന്നല്ല, മുതൽ മുടക്കി വെച്ച് പറയുന്ന. ഇപ്പൊ ബോക്സ് എല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടു. ദൈവം തരും, എനിക്കറിയാം. നാളെ ഒരു അല്പം പൈസ ഒരുമിച്ച് കിട്ടിയാൽ ഞാൻ മുതലാലും വീട്ടിൽ മുടക്കും. ഇനിയോടും ലാഭം വേണോ? വിതയ്ക്കാമോ? ഇത്ര മനസ്സുണ്ട്. അതോ ഈ ഭൂമിയിൽ ലാഭത്തിന് വേണ്ടി വളർന്നു നിൽക്കാണോ? സമർപ്പിച്ച